നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ വലിയ വെല്ലുവിളികളാണ് ഭിന്നശേഷി മേഖലയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 2016 ആക്ട് അനുസരിച്ച് ഇപ്പോൾ 21 ഭിന്നശേഷി വിഭാഗങ്ങളാണ് നമുക്കുള്ളത്. ആ ഭിന്നശേഷി വിഭാഗങ്ങളെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് ദൃശ്യരായവരും അദൃശ്യരായവരുമുണ്ട്. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന് പറയുന്ന വിഭാഗക്കാർ. ഈ ദൃശ്യത എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഭിന്നശേഷി മേഖലയിൽ. വിസിബിലിറ്റി എന്ന് പറയുന്നതിന് നമ്മുടെ സാധാരണയായി ഇപ്പം വിസിബിളായിട്ടുള്ള ഒരു ഭിന്നശേഷി വിഭാഗം എന്ന് പറയുന്നത് ആദ്യം ആളുകൾ പറയുന്നത് ശാരീരികമായ പരിമിതിയുള്ള ആളുകളെയാണ് ആദ്യം ചൂണ്ടിക്കാട്ടുക, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. അത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയില്ലാത്തവരെ, അല്ലേ, കണ്ണ് കാണാത്തവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഒരു പരിധിവരെ കേൾവി ഇല്ലാത്തവരെയും തിരിച്ചറിയാം. അവരും അദൃശ്യതയുടെ പരിമിതി ഇപ്പം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്, ചെവി കേൾക്കാത്തവരെന്ന്. അതിൽ തീരെ ദൃശ്യത ഇന്നും സമൂഹത്തിൽ കുറഞ്ഞൊരു വിഭാഗമാണ് ഇൻ്റലക്ച്വൽ ആൻഡ് ഡെവലപ്മെൻ്റൽ ഡിസേബിൾഡ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ. അതിൽ പല വിഭാഗങ്ങളുണ്ട്. മെൻ്റൽ റിട്ടാർഡേഷൻ, ഓട്ടിസം, സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസി ഞാൻ പറയുന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള സെറിബ്രൽ പാൾസിയുടായിട്ട്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, ഇപ്പം ഡെഫ് ബ്ലൈൻഡ് എന്നൊക്കെ പറയുന്ന വിഭാഗമില്ലേ. അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റി. അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു വിഭാഗം കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായി അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശൈശവ മനോരോഗമുള്ള വ്യക്തികളാണ്. ജന്മനാ തന്നെ മനോരോഗികളായി ജനിക്കുക. അതായത് പീഡിയാട്രിക് സൈക്യാട്രിക് കേസസ് നമ്മൾ പറയുന്നു. അവരുടെ അംഗസംഖ്യ അഭൂതപൂർവമായി വർദ്ധിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പം അവരൊക്കെ ഇപ്പോഴും അദൃശ്യരാണ്, ദൃശ്യരല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ദൃശ്യരാണ്, അല്ലേ? ഞാൻ പറയുന്നത് നമ്മുടെ കാര്യമല്ല, പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ അവർ അദൃശ്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ അവരൊരുപാട് വിവേചനം അനുഭവിക്കുന്നുണ്ട്. ദൃശ്യരായ ആളുകളെ സംബന്ധിച്ച് കേരളത്തിലൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ശാരീരികമായ പരിമിതിയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസ സൗകര്യമുണ്ട്, തൊഴിൽ സൗകര്യങ്ങളുണ്ട്, അതേപോലെ സാമൂഹ്യ സുരക്ഷിതത്വവും ഉറപ്പ് നൽകുന്നുണ്ട്. കേരളം ഒരു ഭേദപ്പെട്ട സമൂഹമാണ് കേട്ടോ. നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല. കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദപ്പെട്ട ഒരു സമൂഹമാണ്. അരികിൽ അകന്നു നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൽ പൊതുസമൂഹം, കേരളീയ പൊതുസമൂഹം വളരെ വിജയകരമായ മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു സമൂഹമാണ്. ഇതെല്ലാം തൃപ്തികരമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തൃപ്തികരമാവുന്നൊരു സാഹചര്യമൊന്നും വന്നു ചേർന്നിട്ടില്ല എങ്കിൽ തന്നെയും അരികിലകപ്പെട്ട മനുഷ്യരോട് അല്ലെങ്കിൽ പാർശ്വവൽകൃതരായ സമൂഹത്തോട് ഹൃദയം കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ ഒരു വിമുഖതയും കാണിക്കാത്ത ഒരു സമൂഹമാണ് കേരളം, അല്ലെ കേരളീയ സമൂഹം. അത് അടുത്ത കാലത്ത് തുടങ്ങിയൊരു പ്രവണതയൊന്നുമില്ല. വളരെ മുമ്പേ ആ രീതിയിലുള്ള സവിശേഷമായൊരു സ്വഭാവം നമ്മുടെ സമൂഹത്തിനുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ കർണാടകയിലോ ബീഹാറിലോ യു പിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള കുട്ടികളെ പരിഗണിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അംഗസംഖ്യ വളരെ കുറവാണ്. നഗര കേന്ദ്രീകൃതമായ ചില സംവിധാനങ്ങളുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സംവിധാനവും ഇന്നും ലഭ്യമല്ല. അതേപറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞത്, അവിടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത്, ആ ഭാഗങ്ങളിൽ, ആ പ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു സംവിധാനവും ഇല്ല എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ അധികവും തെരുവിലാണ് ജീവിക്കുന്നത്. നോക്കുന്ന സമയത്ത് അവിടെ സോക്കോൾഡ് നോർമൽ എന്ന് പറയുന്ന കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനമില്ല. പിന്നെയാണല്ലോ നമ്മൾ ഈ സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുന്ന വിഭാഗത്തെ പറ്റി ചിന്തിക്കാനും പരിഗണിക്കാനും ഒക്കെ. അപ്പം നമ്മുടെ സമൂഹത്തിൽ അദൃശ്യരായി നിൽക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ സ്വന്തം ആവശ്യ അവകാശങ്ങൾ സ്വയം ഉന്നയിക്കാൻ ശേഷിയില്ലാത്ത വിഭാഗമാണ്. അതാണ് അദൃശ്യതയുടെ ഒരു പ്രധാന പരം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംഘടിക്കാൻ പറ്റില്ല, സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല, സാമൂഹ്യ മുൻഗണനയിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സ്വയം അതിന് സന്നദ്ധമാവാനുള്ള സാധ്യതയേയില്ല.
അപ്പം സംഘടിക്കാനും സമ്മർദ്ദം ചെലുത്താനും സാമൂഹ്യ പരിഗണനകൾ നേടിയെടുക്കാനും സ്വയമേവ ശേഷിയില്ലാത്തവരാണ് പൊതുവെ അദൃശ്യരായിരിക്കുന്നത്. സത്യത്തിൽ അത് നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ, ഞാൻ നേരത്തെ മലയാളി സമൂഹത്തിൻ്റെ മേന്മയെ പറ്റി ഏറെ പറഞ്ഞെങ്കിലും ഏറ്റവും നിസ്സഹായരായൊരു ജനതയോട് നീതി കാണിക്കാത്ത സമൂഹത്തിൽ ഹൃദയമുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല കേട്ടോ. ഏറ്റവും നിസ്സഹായരായ ജനതയോട് നീതി കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മേന്മകളുടെയും പൊലിമ നഷ്ടപ്പെടും. ഒരു സമൂഹത്തിൽ ആദ്യം പരിഗണിക്കേണ്ട ഒരു ജനവിഭാഗത്തിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല. അന്നപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ, അത് പരിഗണിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പം അദൃശ്യരായൊരു സമൂഹത്തെ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എങ്ങനെ ദൃശ്യവൽക്കരിക്കാൻ പറ്റും? ആ ദൃശ്യവൽക്കരിക്കുന്നതിന് സമൂഹത്തിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ, അതേക്ക് പിടിച്ചു നിർത്താൻ, അവർക്കൊരു അസ്തിത്വം പകരാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രക്രിയകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ഇതാണല്ലോ, അല്ലേ? അദൃശ്യരായ, അവഗണിക്കപ്പെട്ട, ഒരിക്കലും സ്വയം ദൃശ്യത പ്രകടിപ്പിക്കാൻ കഴിയാത്ത പാർശ്വവൽകൃതരായ ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനമാണ്. അപ്പം അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമുക്കറിയാം. നേരത്തെ കണ്ടെത്തണം, അല്ലേ? നേരത്തെ തന്നെ കണ്ടെത്തണം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കേരളം ഇപ്പം ഭേദപ്പെട്ടു, വളരെ നല്ല നിലയിൽ ഭേദപ്പെട്ടു. ഒരു 10 വർഷം മുമ്പ് നേരത്തെ കണ്ടെത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആവറേജ് ഏജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 12 വയസ്സായി. അതിനർത്ഥം 12 വയസ്സ് വരെ ആ കുട്ടിയെ ഒരു വിധത്തിലും വിദഗ്ധമായ ഇടപെടൽ, അർഹതപ്പെട്ട രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതിപ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, ഏർലി ഇൻ്റർവെൻഷനൊക്കെ നടക്കുന്നുണ്ട്, അത് ശാസ്ത്രീയമായി നടക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ, ഇപ്പോൾ പൊതുവെ ആശുപത്രികളിലൂടെയൊക്കെ അത്തരത്തിലുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളും സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിൻ്റെ സിറ്റുവേഷനാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ പരിതാപകരമായ സാഹചര്യമുണ്ട്. അപ്പം നേരത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ കണ്ടെത്തിയതുകൊണ്ട് എന്താ ഗുണം? മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ ക്രൂഷ്യലായിരിക്കുന്ന ഒരു പീരീഡാണ് ശൈശവഘട്ടം എന്ന് പറയും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഇപ്പം നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് അതിലേക്ക് അധികം സംസാരിക്കുന്നില്ല. അപ്പം നേരത്തെ കണ്ടെത്തിയാലാണ് നേരത്തെ ഇടപെടാൻ പറ്റുക. നേരത്തെ ഇടപെടുന്നത് എങ്ങനെയായിരിക്കണം? ശാസ്ത്രീയമായിരിക്കണം, അത് കൃത്യതയോടെ ചെയ്യണം, അത് ഫലപ്രദമായിരിക്കണം. അതാണൊന്ന് കാര്യം. ഫലപ്രദമായിരിക്കും, അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അല്ലെ പുനരധിവാസ മേഖലയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് ബലമുണ്ട് എന്നുള്ളത്. അതായത് യാന്ത്രികമായി ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത, മുമ്പുണ്ടായിരുന്ന ഒരു രീതി, ഇത്തരം കുട്ടികളെ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നു, അവിടെ എൻഗേജ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്നു. എൻ്റർടൈൻ ചെയ്യാനും എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ സമീപനമേ അല്ല, ആണോ? രക്ഷിതാക്കളെ സംബന്ധിച്ചൊരു സൗകര്യമുണ്ട്, അവർക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല, അല്ലെ വികൃതി കാണിക്കുന്നു, ബഹളം വയ്ക്കുന്നു. അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം ഒരുക്കുന്നു എന്നതിൽ കവിഞ്ഞ് ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ഒട്ടും ഗുണകരമല്ല. അതാണ് പറയുന്നത്. അപ്പം എൻഗേജ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നതല്ല പുനരധിവാസ പ്രക്രിയയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, ഞാനത് പ്രാവർത്തികമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കുട്ടിയുടെ ജീവിതത്തിൽ ഫലപ്രദമായ ഗുണഫലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെന്തുള്ളൂ, അർത്ഥമുള്ളൂ. അത് ശരിയായ രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകളുടെയൊക്കെ ഒരു പരിമിതിയായി പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. കുട്ടികളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നു, സ്കൂളിൽ കുറേ നേരം ഇരിക്കുന്നു, തിരിച്ചു വരുന്നു, കുറേ വർഷങ്ങൾ അത് തുടരുന്നു,
വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഈ സംവിധാനം പര്യാപ്തമാണോ എന്ന് നാം പരിശോധിക്കണം. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ശരിയായ രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതിനാവശ്യമായ നൈപുണി ആർജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് ലൈഫിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി ജീവിതത്തിൽ സഹായകരമാവുന്ന തരത്തിലുള്ള നൈപുണികൾ ആർജിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അഥവാ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് എ ഗ്രേറ്റ് ഫെയിലിയർ എന്ന് നമുക്ക് തന്നെ വിലയിരുത്തേണ്ടി വരും. അത് നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, കേരളത്തിലെ ചില അനാവശ്യ തർക്കങ്ങളിലൊന്ന് സ്പെഷ്യൽ സ്കൂൾ വേണോ ജനറൽ സ്കൂൾ വേണോ എന്നുള്ളതാണ്. അതൊക്കെ ആശയപരമായിട്ടുള്ള അക്രമ പ്രത്യാക്രമണങ്ങൾക്കപ്പുറത്തേക്ക് വലിയ പ്രസക്തിയുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ലക്ഷ്യമിടുന്നത് ഇതാണ്: ഓരോ കുട്ടിയും സ്വയം ജീവിക്കാൻ, സ്വന്തമായി സ്വാശ്രയത്വത്തോടു കൂടി ജീവിക്കാൻ പര്യാപ്തമായ നൈപുണി ആർജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതിന് സഹായകരമാവണം വിദ്യാഭ്യാസം എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ ഈ സംവാദങ്ങളും വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നത് ജനറൽ സ്കൂൾ സിസ്റ്റമാണ് നല്ലത്, അല്ല തിരിച്ചാണ് എന്നൊക്കെ ഈ സംവാദവും വാഗ്വാദമൊക്കെ നടക്കുന്ന സമയത്ത് മറന്നു പോകുന്ന ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ര ഗുണപ്രദമാണ് എന്നത്. അങ്ങനെയാണ് പരിശോധിക്കുന്നത്. ആശയപരമായ അതിൻ്റെ നന്മയെ പറ്റിയിട്ട് യാതൊരു സംശയവും നമ്മളൊന്നും വെച്ച് പുലർത്താനേ പാടില്ല. ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആത്യന്തികമായി നമ്മൾ ആർജിക്കേണ്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അതൊരു തരത്തിലും നമ്മൾ അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. പക്ഷേ എന്താണ് ഇൻക്ലൂഷൻ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. പുനരാലോചനകൾ നിരവധി നടത്തേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്നത്, അർഹതപ്പെടുന്നത് വൈയക്തികമായ വളർച്ചയാണ്. വൈയക്തികമായ വളർച്ച എന്നുള്ളതാണ് സാധാരണ കുട്ടിയായാലും അല്ലെങ്കിൽ സ്പെഷ്യൽ കുട്ടിയായാലും അർഹിക്കുന്നത്. അത് അവരുടെ ഒരു അവകാശമാണ്. സ്വയം വളരാനും വികസിക്കാനുമുള്ള സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക, അതാണല്ലോ വിദ്യാഭ്യാസത്തിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. തൊഴിലിലൂടെ നാം ലക്ഷ്യമാക്കുന്ന അതാണ്. അതിന് പര്യാപ്തമാണോ നമ്മുടെ വ്യവസ്ഥ, സിസ്റ്റം എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ച് ഓരോ കുട്ടികളും യുണീക്കാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓരോ കുട്ടികളും യുണീക്കാണ്. ഒരു കമ്പാരിസണും ഇല്ല, ഒരു പാരലലിസവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഈ കമ്പാരിസണും പാരലലിസവും ഒക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ അവൻ്റെ സ്വച്ഛതയെ, സ്വസ്ഥതയെ അല്ലെങ്കിൽ സ്വാശ്രയത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 50 കുട്ടികളെ ഒന്നിച്ചൊരു ജനറൽ സ്കൂൾ ക്ലാസ്സിൽ ഇരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ആ കുട്ടികൾക്ക് ഏതാണ്ട് അധ്യാപകൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെ സ്വാംശീകരിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അല്ലേ. അധ്യാപകൻ പറയുന്ന കാര്യം, അതായത് അധ്യാപകനാണ് അത്തരത്തിലുള്ള സ്കൂളിലെ തീരുമാനം എടുക്കുന്നത്, കുട്ടിയല്ല. കുട്ടികൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? അതാണ് അതിൻ്റെ പരിമിതി. ആർക്കാണ് ഇഷ്ടാനിഷ്ടങ്ങളുള്ളത്? ആസ്പിറേഷൻ ഉള്ളത്, എന്താ അംബീഷൻ ഉള്ളത് ആർക്കാണ്? കുട്ടികൾക്കാണ്. ആ അംബീഷനും ആസ്പിറേഷനും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഗുണകരമായി അവന് പരിവർത്തനം അവനിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനമല്ല ജനറൽ എഡ്യൂക്കേഷൻ പോലും. പക്ഷേ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സ്വീകരിക്കുന്നു. പക്ഷേ സ്പെഷ്യൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഡിസബിലിറ്റി എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഓരോ കുട്ടികളും വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടും ഒരു ജനറൽ ലെക്ചറിങ്ങിലൂടെയോ അല്ലെങ്കിൽ ടീച്ചിങ്ങിലൂടെയോ അല്ലെങ്കിൽ ലേണിങ്ങിലൂടെയോ എല്ലാവരുടെയും ലേണിംഗ് നീഡ്സ് കാറ്റർ ചെയ്യാൻ അതിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് ഗുണമില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാനിങ് ആണ് എല്ലാ അർത്ഥത്തിലും. അത് എഡ്യൂക്കേഷനായാലും വൊക്കേഷണലായാലും ഇനി ട്രാൻസിഷൻ പ്ലാനിങ് ആയാലും ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാനിങ് ആണ് എല്ലാവർക്കും വേണ്ടത്, എല്ലാ മനുഷ്യർക്കും അതാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് എല്ലാവരെയും ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്ന തലത്തിലേക്ക് വികസിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ മറ്റൊരു പ്രശ്നം, ഡിസബിലിറ്റി എഡ്യൂക്കേഷനിൽ
ഒരിക്കലും ജനറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജനറൽ പെർസ്പെക്റ്റീവിൽ വിദ്യാഭ്യാസം നടത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മസ്തിഷ്ക സംബന്ധമായ പ്രശ്നം വിവരിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. ഓട്ടിസം കുട്ടികളെ പറ്റിയൊക്കെ പറയുന്നു, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ പറ്റി പറയുന്നത് 1,00,000 കുട്ടികളുണ്ടെങ്കിൽ 1,00,000 രീതികളാണ് അവലംബിക്കേണ്ടത്. വ്യത്യസ്ത രീതികളാണ് ആ കുട്ടികൾക്ക് വേണ്ടി. അവർക്ക് വേണ്ടി ഒരു രീതി അവലംബിച്ചാൽ എന്താണ് ചെയ്യുക? ഏതെങ്കിലും കുറച്ച് കുട്ടികൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടാം, ബാക്കിയുള്ളവരൊക്കെ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം പല വിധത്തിൽ അവർ ഇതുമായി സംവദിക്കുക. അതായത് ന്യൂറോ ഡൈവേർജൻ്റ് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിഭാഗത്തിനെ സംബന്ധിച്ചോ സാധാരണ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം അവർക്ക് ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അത് പറയുന്നത് ന്യൂറോ ടിപ്പിക്കൽ എന്നുള്ള വാക്കാണ്. നമ്മളൊക്കെ പറയുന്ന വിഭാഗം ന്യൂറോ ടിപ്പിക്കലാണ്. ഈ ന്യൂറോ ടിപ്പിക്കലിനും ന്യൂറോ ഡൈവേർജൻറ്റിനും ഒരേ അളവുകോൽ വെച്ചിട്ട് നമുക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകാനും പഠിപ്പിക്കാനും സാധ്യമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നാം ആന്തരികമായി തന്നെ ഉൾക്കൊള്ളേണ്ടത്. മറ്റൊരു പ്രശ്നം ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ തന്നെ പരാമർശിച്ചു, അത് ഇൻക്ലൂഷനാണ്. നമ്മുടെ കാഴ്ചപ്പാട് അടിസ്ഥാനപരമായി ഇൻക്ലൂഷനായ അതൊരു ദർശനമാണ്. സത്യത്തിൽ ഒരു ദാർശനികമായ പ്രശ്നമാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെ ഇൻക്ലൂഡഡ് ആക്കും നമ്മൾ? ഇപ്പോൾ അതിന് ഇൻക്ലൂഷനും സത്യത്തിൽ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ തമ്മിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. സത്യത്തിൽ നമ്മൾ കരുതുന്ന പോലെയുള്ള കോൺട്രഡിക്ഷനേ ഇല്ല. അത് കോംപ്ലിമെൻ്ററിയാണ്. എന്തുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി ആവുന്നത്? അത് സഹായകരമാവുന്ന ഏത് മേഖലയിലും സഹായകരമാവുകയാണെങ്കിൽ അത് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കാണേണ്ടത്, അല്ല കോൺട്രഡിക്ടറി അല്ല. ഓരോ വ്യക്തിയും അർഹിക്കുന്ന അല്ലെങ്കിൽ അതിന് അവകാശമുള്ള തരത്തിലുള്ള പരിശീലനം നൽകുക എന്ന് പറയുന്നത് ഇതൊരു ഹ്യൂമൻ റൈറ്റാണ്. നമ്മളൊക്കെ മുമ്പൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം ചാരിറ്റി മോഡലാണല്ലോ. ചാരിറ്റി മോഡൽ എന്ന് പറയുന്നിടത്താണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഈ ചാരിറ്റി മോഡൽ എന്ന് പറയുന്നത്, ചാരിറ്റി എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നതിന് ആൾക്കാർ പറയാറുണ്ടല്ലോ, അത് സാംസ്കാരികമായി നല്ല വാക്കല്ല എന്ന് പറയും. ആ വാക്കിനത് ഇന്ന് ഡിസ്കാർഡഡ് ആ വേർഡ്, അങ്ങനെ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആത്യന്തികമായി ഹനിക്കുന്നത്. ചാരിറ്റി, അതായത് ഒരാൾ നൽകുന്നു, മറ്റൊരാൾ സ്വീകരിക്കുന്നു. ഈ കൊടുക്കുന്ന ആളുകൾ സ്ഥിരമായി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, ഞാൻ കൊടുക്കുന്നവനാണ് എന്നുള്ള ഒരു അധികാരത്തിൻ്റെ സ്വരം അതിലുണ്ട്. സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ്, ഞാൻ എന്നും സ്വീകരിക്കേണ്ടവനാണ് എന്നുള്ള ഒരു അപകർഷത അവനിൽ രൂപപ്പെടുന്നു. ആ അപകർഷത ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും എന്ന് മാത്രമല്ല ഒരു സ്കില്ലും പഠിക്കില്ലല്ലോ. സാധാരണ ചൈനീസ് പഴമൊഴിയിൽ പറയുന്ന പോലെ നമ്മൾ സ്ഥിരമായി ഒരാൾക്ക് ആ സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അവർക്ക് എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിർവഹിച്ചു കൊടുത്താൽ സ്വയം ചെയ്യാൻ സമ്മതിക്കരുത്. അതിനൊരു ഉദാഹരണം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ചൈനീസ് പഴമൊഴി പറയുന്നത്, നിങ്ങൾ ഒരു വ്യക്തിക്ക് നൽകേണ്ടത് മത്സ്യമല്ല, മറിച്ച് എന്താണ്, മത്സ്യം എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഹൗ ടു ഫിഷ് എന്നുള്ളതാണ്. അല്ല ദിവസം ഫിഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്നും കിട്ടിയല്ലോ, ഫിഷിങ് പഠിക്കില്ല. കൊടുക്കുന്ന ആൾ, അധികാരസ്ഥാനത്തിരിക്കുന്ന, ഔന്നത്യത്തിലുള്ള, നിയന്ത്രിക്കുന്ന അയാൾക്ക് തീരുമാനം എടുക്കാം, നാളെ മുതൽ ഞാൻ കൊടുക്കുന്നില്ല. എന്ത് ചെയ്യും? സ്വീകരിക്കുന്ന ആളുകൾ നിസ്സഹായനായി പോകും. അപ്പം അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണ്ട് ഇന്ത്യയിലേക്ക് വിദേശ പ്രത്യേകിച്ചും സ്വിറ്റ്സർലാൻഡിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ പാൽപ്പൊടി വിതരണം ചെയ്യും. നിങ്ങൾ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന കുര്യൻ സാറിൻ്റെ അമുൽ കുര്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ വിശദീകരിക്കുന്നുണ്ട് ലോകത്തുള്ള പല രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിദേശ കുത്തകകൾ പാലുൽപ്പന്നങ്ങളൊക്കെ യഥേഷ്ടം എങ്ങനെ എന്ത് ചെയ്തു വിതരണം ചെയ്തു. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വീകരിച്ചവരെന്ത് ചെയ്തു, നാട്ടിലുള്ള പശു വളർത്തലും കൃഷിയൊക്കെ അങ്ങ് നിർത്തി, പൂർണ്ണമായി നിർത്തി. ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഒരു 5 വർഷം നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അതുമായുള്ള ആത്മബന്ധം അറ്റുപോകും. നമ്മൾ അന്യവൽക്കരിക്കും തൊഴിലിൽ നിന്നും. അങ്ങനെ ചെയ്യുമ്പോഴെന്താണ്, വീണ്ടും വീണ്ടും കിട്ടിയാലേ പ്രശ്നം പരിഹരിക്കുള്ളൂ.
തൊഴിലും മറന്നുപോകും. അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തുന്നു എന്ന് തിരിച്ചറിവിൻ്റെ ഭാഗമായി കുര്യൻ സാർ എന്ത് ചെയ്തു പറഞ്ഞാൽ, അക്കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, നമുക്ക് ഈ പാല് കൊടുക്കുന്നത് നിർത്താം, അതിൻ്റെ പൈസ അങ്ങ് തന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാം. അപ്പോൾ എന്ത് ചെയ്യും? പശുവിനെ വളർത്തി, പുല്ല് വളർത്തി, പശുവിനെ പാലുൽപ്പന്നങ്ങൾ വാല്യൂ ആഡ് ഒരു പ്രോഡക്റ്റ് ആക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം പര്യാപ്തരായി, ശക്തരായി. അവരുടെ ഉദ്ദേശം നടന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലുൽപാദന രാജ്യങ്ങളിലൊന്നാണ് നമ്മൾ. ഗുജറാത്തിലുണ്ട് ഒരു അമുൽ, ഇവിടെയൊക്കെ കിട്ടുന്നില്ലേ ഐസ്ക്രീമും മറ്റുമൊക്കെ. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഹകരണ സംഘത്തിലൂടെ എങ്ങനെ ജീവിതത്തെ കൂടുതൽ കരുപിടിപ്പിക്കാമെന്ന് ലോകത്തിന് മാതൃക കാണിച്ചതാണത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലേണിംഗ് എന്ന്, അതായത് ചാരിറ്റി മോഡൽ എന്ന് പറയുന്നത്, അതിലൊരു ചാരിറ്റിയിലെ ഒരു ചതി ഇരിപ്പുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് നമ്മുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തുന്നതാണ്, ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്, അതേപോലെ സ്വാശ്രയത്വത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ അപകർഷത അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അതട്ടും ഒരു നമുക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. അതുകൊണ്ട് ചാരിറ്റി എന്ന് പറയുന്നിടത്തുനിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിനെയൊക്കെ പറ്റി പറയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അതിന് പകരമായി നമുക്ക് എന്ത് ചെയ്യാം? അതാണ് നമ്മുടെ മുന്നിലുണ്ടാവേണ്ട ഹ്യൂമൻ റൈറ്റ് മോഡൽ. മനുഷ്യാവകാശമാണ് പ്രശ്നം. അതാണ് ഇൻക്ലൂഷൻ. എല്ലാ അർത്ഥത്തിലും മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഉള്ളടങ്ങി ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ട്. അതിലെന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ഈ പശ്ചാത്തലം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ക്രക്സ് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല. അതാണ് ഞാൻ ഈ പശ്ചാത്തലം പറയുന്നത്. എന്താണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ ശാസ്ത്രീയമായ ഘടനകളാണ് ഞാൻ പറയുന്നത് എന്താണ് എന്നത്. നമുക്കറിയാം, എല്ലാവരെയും ഒരേപോലെ നീതിയുക്തമായ നീതിയോട് കൂടിയിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സമൂഹം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലെന്ത് ഉൾക്കൊള്ളുന്നു? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ അവകാശങ്ങളുണ്ട്, അല്ലേ? ഏറ്റവും അവസാനം നമുക്ക് 2016 റൈറ്റ് ടു പേഴ്സൺ, അല്ലേ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ട്. അതിനു മുമ്പ് ഒട്ടേറെ ആക്റ്റുകൾ വന്നിട്ടുണ്ട്. ആ ആക്റ്റുകൾ, നിയമങ്ങൾ, ആ ആക്റ്റുകൾ മാത്രം പോരാ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായും എല്ലാ അവകാശങ്ങളും അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിയമം ചെയ്യുന്നത് പ്രത്യേകമായ ഒരു വിഭാഗത്തിന് ഉണ്ടാക്കുന്നത്. സാധാരണ നിയമങ്ങളൊന്നും ഇതിന് പര്യാപ്തമല്ല, അല്ലെങ്കിൽ അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും എക്സ്ക്ലൂസീവായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമം പൂർണ്ണമായും പരിപാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ പറയുന്നുണ്ട് തൊഴിലിനെ പറ്റിയിട്ട്, വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടും, അല്ലേ? എങ്ങനെ തൊഴിലിലേക്ക് ഇവരെ വളർത്തണം, വികസിപ്പിക്കണം, അത് നമ്മൾ നടപ്പാക്കുന്നില്ല. അത് നടപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മുമ്പൊക്കെ ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ പങ്കാളിയായിരുന്നു. അന്ന് കൊടുത്തിരുന്ന ശുപാർശ 7% ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുക്കണമെന്നായിരുന്നു. സംവരണം എന്തിനാണ് കൊടുക്കുന്നത്? സ്വയമേവ ജോലി കിട്ടാൻ സാധ്യതയില്ല, ഇവർക്ക് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനിടയില്ല. അങ്ങനെയില്ലാത്തവരെ പ്രത്യേകമായി പരിഗണിക്കുന്നതാണ് റൈറ്റ്. ഇന്ത്യയിലെ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 7% ആളുകൾക്കെങ്കിലും സംവരണം തൊഴിൽപരമായി കൊടുത്തേ പറ്റൂ. പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. അവസാനം 5 പാർലമെൻറ്റിലേക്ക് എത്തുന്ന സമയം പാർലമെൻറ്റ് ചർച്ച ചെയ്തപ്പോഴേക്കും 4 ചുരുങ്ങി. എങ്കിൽ പോലും 4 അതും പൂർണ്ണമായി കൊടുക്കുന്നില്ല. ഞാൻ പറയുന്ന അവകാശ നിഷേധം നഗ്നമായി നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവിടെയാണ് നമ്മൾ ഇൻക്ലൂഷനെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഏറ്റവും നിസ്സഹായര മനുഷ്യർക്ക് അർഹതപ്പെട്ട അവകാശം അനുവദിച്ചു കൊടുക്കുന്നതിന് വിമുഖത കാണിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് കുറ്റാരോപണം നമ്മുടെ തലയിൽ മേലെ കിടക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ള നിലയ്ക്ക് അവകാശങ്ങളോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്ത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്.
അത് ഏത് രീതിയിൽ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് തടസ്സരഹിതമായി ഒരു ജീവിതം ഉറപ്പ് കൊടുക്കണം. നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത്. ഞാൻ ഇന്ന് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു വീൽ ചെയർ കൺഫൈൻഡ് ആയിട്ടൊരു വ്യക്തിയെ കാണാൻ പോയത്. സത്യത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങളെ പറ്റിയിട്ട് നമുക്ക് സങ്കല്പിച്ചാൽ മനസ്സിലാവണമെന്നില്ല. കാരണം നമ്മൾ അത്രമാത്രം സെൻസിറ്റീവ് ഒന്നുമല്ല വിഷയത്തിൽ. അത്തരത്തിലൊരു സംവേദനക്ഷമത വളർത്തി വരാൻ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് തടസ്സങ്ങൾ, ഞാൻ അതിൻ്റെ തടസ്സങ്ങളെ പറ്റിയിട്ടൊന്നും ഏറെ വിശദീകരിക്കുന്നൊന്നുമില്ല. മാനസികമായി, മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മനഃശാസ്ത്രപരമായി, അതേപോലെ ഘടനാപരമായി ഒട്ടേറെ തടസ്സങ്ങൾ നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളെ പലപ്പോഴും അവരനുഭവിക്കുന്ന പ്രതിസന്ധിയെപ്പറ്റി നമ്മളത്ര അവബോധമുള്ളവരല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻക്ലൂഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പങ്കാളിത്തം പരമാവധി ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഭിന്നശേഷിക്കാരാൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാവണം ഇത്. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. വിദ്യാഭ്യാസ മണ്ഡലത്തിലും തൊഴിൽ മണ്ഡലത്തിലും എല്ലാ സാമൂഹ്യ സുരക്ഷിതത്തിൻ്റെ മേഖലയിലുമൊക്കെ അർഹതപ്പെട്ട പങ്കാളിത്തം അനുവദിച്ച് നൽകുന്നതിനുള്ള ഒരു സമീപനവും ശാസ്ത്രീയമായി നമ്മൾ ഉറപ്പുവരുത്തിയിട്ട്, നിയമപരമായിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോഴും ആ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉന്നയിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്ന പ്രശ്നത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ആ മനുഷ്യാവകാശ പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് ഇവരെ ഞാൻ പറഞ്ഞു അദൃശ്യരാണ് എന്ന് പറഞ്ഞു. അദൃശ്യത അനുഭവിക്കുന്നു, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള അവഗണനയും അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നു. അപ്പോൾ അർഹതപ്പെട്ട തരത്തിലുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് ആ വിഷയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം അംഗസംഖ്യ ഭിന്നശേഷിക്കാരുടെ സമൂഹത്തിൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ UN-ഉം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ പറയുന്ന കണക്ക് 15%. 21 ഭിന്നശേഷി വിഭാഗങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് 15%. ആ ഭിന്നശേഷി വിഭാഗത്തിൽ ഏതാണ്ട് 5% IDDs ആണ്, ഇൻ്റലക്ച്വൽ ആൻഡ് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി. അപ്പോൾ ഒരു സമൂഹത്തിലെ വിഭവത്തിൻ്റെ വിഹിതത്തിൽ 15% വിനിയോഗിച്ചാലേ ഇവരുടെ പ്രശ്നം പരിഹരിക്കുള്ളൂ. നോക്കൂ, ഏറ്റവും നിസ്സഹായമായൊരു ജനത, എല്ലാ തരത്തിലുള്ള പരിമിതികൾ അനുഭവിക്കുന്ന ഒരു ജനത 15% ഉണ്ടെന്നിരിക്കെ അവർക്ക് നൽകേണ്ട വിഭവ വിഹിതത്തിൻ്റെ ശതമാനം ഏറ്റവും ചുരുങ്ങിയത് 15 വേണം, 15 പോരാ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേകമായ പരിഗണന കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കണം. ഫിൻലാൻഡ് പോലെ, നോർവേ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ അംഗസംഖ്യയ്ക്ക് അനുപാതത്തിലുപരിയായിട്ടുള്ള പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ഏറ്റവും നല്ല ഭിന്നശേഷി സൗഹൃദ രാജ്യങ്ങളായി ഇന്ന് പരിഗണിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിഭവങ്ങളൊന്നും വിഹിതം നമുക്ക് അനുവദിക്കുന്നില്ല, വിവേചനം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ തട്ടിൽ കിടന്ന് എങ്ങനെ നിലവിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഉണ്ടോ? അർഹമായ അവകാശം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭവശേഷി വിഹിതം വിവേചനരഹിതമായി വിനിമയം ചെയ്യാനുള്ള ഒരു ഉദാത്തമായ മനസ്സ് രൂപപ്പെടുക എന്ന് പറയുന്നത് ഇതിൻ്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അപ്പോഴാണ് തൊഴിലിൻ്റെ എണ്ണം കൂടുക, അല്ലേ? സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുക, ആളുകളുടെ സേവനങ്ങളുടെ എണ്ണം കൂടുക, അർഹതപ്പെട്ട സേവനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേ സംഭവിക്കൂ. അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കടം മേടിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം തീരുമാനിക്കുന്നത് ആരാണ്? അവരല്ല. അപ്പം ഈ ഇൻക്ലൂഷൻ എന്ന് പറയുന്നതിൽ ഈ 3 കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: അവകാശം സംരക്ഷിക്കുക, രണ്ടാമത് ഒരു തടസ്സവും ഭിന്നശേഷിയാണ് എന്നുള്ളത് കൊണ്ട് ഉണ്ടാവാതിരിക്കുക, അതേപോലെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, വിഭവ വിഹിതത്തിൻ്റെ വിതരണം വിവേചനരഹിതമായി സമൂഹത്തിൽ ഉറപ്പുവരുത്തുക. ഇത് ചെയ്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എങ്കിൽ പോലും നമ്മൾ ഇപ്പം
എപ്പോഴും പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവകാശാധിഷ്ഠിത സമീപനമാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യാവകാശ പ്രശ്നമാണിത്. ഭിന്നശേഷി സമൂഹത്തെ പണ്ടത്തെ ആ ചാരിറ്റി മോഡലിൻ്റെ പ്രതലത്തിൽ നിന്നിട്ടാണ് ഇപ്പോഴും നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്നത്. കാഴ്ചപ്പാട് അതാണ്. അത് എങ്ങനെ മാറ്റാം? അത് മാറ്റുന്നതിന് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ട തീരുമാനം ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാർ ഭിന്നശേഷിക്കാരല്ല എന്നുള്ളതാണ്. സമൂഹമാണ് പ്രശ്നക്കാർ. ഒരു ഭിന്നശേഷി കുട്ടി ജനിച്ചു, 2-3 കുട്ടികളൊക്കെ ജനിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ, അവരൊക്കെ സ്വയം പഴിച്ചിരിക്കും, ഇത് എൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എൻ്റേതാണ്, എൻ്റെ കുടുംബത്തിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് പഴിച്ചിരിക്കുന്നു. എൻ്റെ ഒരു വിധിയാണ് ഇത് എന്ന് പറഞ്ഞ്. സത്യത്തിൽ അത് അവരുടെ വിധിയാണോ? സത്യത്തിൽ ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. നോക്കൂ, എൻഡോസൾഫാൻ മേഖലയിൽ അനവധി ഭിന്നശേഷി വിഭാഗക്കാരുണ്ടാവുന്നു എന്ന് പറയുന്നു അല്ലേ? അങ്ങനെ ഒരു വാദമുണ്ട്. അതിൻ്റെ കാരണം ആരാ? ഭിന്നശേഷി ഉണ്ടാവാൻ എൻഡോസൾഫാൻ ഉപയോഗിച്ചതാരാ? ഇവിടുത്തെ ഭരണകൂടമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കശുവണ്ടിയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പൂ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആകാശത്തിലൂടെ ഏരിയൽ സ്പ്രേ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കശുവണ്ടി ഉണ്ടായി. പക്ഷെ അതോടൊപ്പം സംഭവിച്ചത് എന്താണ്? ഈ വികസനം അല്ലെങ്കിൽ അതിൻ്റെ അന്തമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യം മുന്നിൽ വന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ഉദാഹരണമാണ് അവിടുത്തെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 11 പഞ്ചായത്തുകളെയാണ്. എന്നിട്ട് നമ്മുടെ സമീപനം എന്താ? നോക്കൂ, ഞാനൊരു കുറ്റം ചെയ്താൽ, പ്രത്യേകിച്ച് സർക്കാർ, ഗവൺമെൻറ്, ഏതെന്നില്ല, ഭരണകൂടം ഒരു തെറ്റ് ചെയ്താൽ ആ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രയാസം അനുഭവിക്കാതെ. അതൊരു കുറ്റബോധം അവർക്കുണ്ടാവേണ്ടതാണ്, ഇത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. പണ്ട് ജപ്പാനിലെ പറ്റി പറയുന്നില്ലേ, അവിടെ ഹിരോഷിമ നാഗസാക്കി മരണം അല്ലാതെ ഒരു സമൂഹത്തെ മുഴുവൻ പൂർണ്ണമായി ഇല്ലാതാക്കുക. പക്ഷെ അതിനുശേഷം ജനിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ സമയത്ത് ജപ്പാൻ ചെയ്തിരുന്നതൊരു കാര്യം, ഇത് ഇവരുടെ പ്രശ്നമല്ല, ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, രാഷ്ട്രീയമാണ് ഇതിൻ്റെ പുറകിൽ, ഈ കുട്ടികളുടെ അല്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ. അതിനുള്ള മാതൃകയാണ് പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ളത്. ഇത്തരത്തിലൊരു കുട്ടി ജനിച്ചാൽ, നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലൊരു കുട്ടി ജനിച്ചാൽ ഇന്ത്യയിലെ ഒരു ഫാമിലിയിൽ ജനിക്കുകയാണെങ്കിൽ ആ ഫാമിലി പൂർണ്ണമായും നാശത്തിലേക്ക് പോകും അല്ലേ? മാനസികമായി, സാമ്പത്തികമായി, സാമൂഹികമായി, വൈകാരികമായി എല്ലാ തകർച്ചയെയും അവർ മുഖാമുഖം കാണും. കേരളത്തിൽ തന്നെ ഇപ്പം പറയുന്ന 625 ഫാമിലിയിൽ, അതിൽ കൂടുതൽ ഫാമിലിയിൽ 4 കുട്ടികളുണ്ട് ഒരു അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ അവരനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ ഒരു ഭീകരത എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ കുടുംബം തകർന്നു, ആ സമൂഹം തകർന്നു. പക്ഷെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരത്തിലൊരു കുട്ടി, ഈ കുട്ടിയെ സ്റ്റേറ്റിൻ്റെ കുട്ടിയായി പരിഗണിക്കും. എന്തുകൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ കുട്ടിയാവുന്നത്? ഈ രക്ഷിതാക്കളുടെ കുഴപ്പം കൊണ്ടല്ല, അതിന് ഒട്ടേറെ സാമൂഹ്യ മാനങ്ങളുള്ള പ്രശ്നങ്ങളാണ് അല്ലേ? ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങളുള്ള പ്രശ്നമാണ്. അപ്പം ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടി എന്ന് തീരുമാനിക്കപ്പെടുന്ന നിമിഷം അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു ആശ്വാസം. ഇപ്പോൾ അവർ എൻ്റെ കാലശേഷം ആര് എന്നുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ഉദിക്കുന്നേ ഇല്ല. അപ്പം അതിനാവശ്യമായ വിഭവ വിതരണം നടത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും. പ്രശ്നം പരിഹരിച്ച ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിലൊരു കുട്ടി ജനിച്ചാൽ തന്നെയും ഒട്ടും കുറ്റബോധമില്ലാതെ, ഒട്ടും പ്രയാസമില്ലാതെ, വിഷമമില്ലാതെ അവർക്ക് പരമാവധി പരിചരണം നൽകാവുന്ന ഒരു ക്രിയാത്മക മനസ്സ് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തരം കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഇൻസെൻറ്റീവ് ഉണ്ട്. സ്പെഷ്യൽ മദറാണ് അവരവിടെ. അവർക്ക് പ്രത്യേക, കാരണം അവരുടെ ഒരു സ്റ്റേറ്റിൻ്റെ സിറ്റിസനെ ഒരു കുഴപ്പവും പറ്റാതെ, ഒരു പ്രയാസവും ഇല്ലാതെ വളർത്തി വരുന്നു എന്ന് പറയുന്നതിൻ്റെ ബഹുമതി ആ അമ്മയ്ക്കും അച്ഛനും കിട്ടുന്നു. അപ്പം അങ്ങനെ ഒരു ബഹുമതി കിട്ടാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ ആ പ്രശ്നത്തിൽ അത്രയേറെ തളർന്ന് തരിപ്പണമാവില്ലല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് പക്ഷേ മറ്റൊരു ഉറപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, കേരളം ഈ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാവുന്ന തരത്തിലേക്ക് ഭാവിയിൽ വികസിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. കേരളം, ഇവിടുത്തെ എല്ലാ രക്ഷിതാക്കളോടും കേരള സമൂഹം ഒന്നിച്ച് പറയും, നിങ്ങളെ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഇത് നിങ്ങളുടെ
എല്ലാ തരത്തിലുള്ള ദുഃഖവും വേദനയും ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന നല്ലൊരു നാളെ സംഭവിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. സംഭവിക്കുക തന്നെയും. കാരണം നമ്മൾ അത്തരത്തിലേക്കുള്ള ഒരു ദിശാബോധത്തോടു കൂടി പോകുന്നു. അതിൻ്റെ തുടക്കക്കാരാണ് നമ്മളൊക്കെ. അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാനാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു. ഇതെങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അല്ലാതെ ഇത് അലസമായി ചെയ്യേണ്ട ഒരു ജോലിയായിട്ടല്ല അതിനെ കാണേണ്ടത്. വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട സവിശേഷതയുള്ള വ്യക്തിത്വങ്ങളായി നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ കാണുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ലോക മാതൃക കാണിക്കാനുള്ള പരിശ്രമത്തിൻ്റെ തുടർച്ചയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതും വളരെ അഭിനന്ദനീയമായ കാര്യമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ, അതാണല്ലോ പ്രധാനമായ പ്രശ്നം, ഇൻ്റലക്ച്വൽ ആൻഡ് ഡെവലപ്മെൻ്റൽ ഡിസബിൾ, അവരുടെ തൊഴിൽ എന്ന് പറയുന്നത്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രതിസന്ധി ജനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയത്? മറ്റ് ഭിന്നശേഷികളെ താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ അവർ സമാശ്വസിക്കുന്നുണ്ട് രക്ഷിതാക്കളൊക്കെ. എന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിൽ ഒരു മാതൃകയും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളത്. ഒരു മാതൃകയുമില്ല. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്നൊരു മാതൃക സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആശ്വസിക്കാമായിരുന്നു രക്ഷിതാക്കൾക്ക്. അതുപോലുമില്ല. അപ്പോൾ ആ മാതൃക സൃഷ്ടിക്കാനും ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നത്. ഒരു മാതൃക നാം സൃഷ്ടിക്കണം. അത് നൽകുന്ന വലിയൊരു സമാശ്വാസമുണ്ട് സൊസൈറ്റി, സമൂഹത്തിൽ. അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള, നമ്മളിൽ പ്രതീക്ഷാനിർഭരതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിൻ്റെ കാഴ്ചയും പ്രതീക്ഷയും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാംശീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയൊരു മാതൃക സൃഷ്ടിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വവും ദൗത്യവുമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. എന്താണ് ആ മാതൃക? സത്യത്തിൽ ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ കുടുംബങ്ങളാണ് കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേൾവി ഇല്ലാത്ത ആളുകളുടെ കുടുംബത്തിൽ ഒരു ആത്മഹത്യ ഇതുവരെ പുറമെ നടന്നിട്ടില്ല. ഉണ്ടോ? കണ്ണ് കാണാത്തവരുടെ, ഒരു കുട്ടി കണ്ണ് കാണാതായി എന്ന് പറഞ്ഞിട്ട് കുടുംബം ആത്മഹത്യ ചെയ്യുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് എന്തെന്നുകൊണ്ടാൽ സമൂഹത്തിലൊരു മാതൃകയും കാണുന്നില്ല. നോക്കൂ, ആ മാതൃക പോലും ഇല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാൻ എന്താണുള്ളത്? അല്ലേ? പ്രതീക്ഷിക്കാനെങ്കിലും എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ആ മാതൃക സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറയുന്നത്, നിങ്ങളൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായ മാതൃകയാവണമെന്നൊന്നുമില്ലേ. അത് നിസ്സഹായത, ഈ അന്ധകാരനാഴി എന്നൊക്കെ പറയില്ല നമ്മൾ, ജീവിതത്തിൻ്റെ നിസ്സഹായതയുടെ അന്ധകാരനാഴിയിൽ കൈകാലിട്ടടിക്കുന്നവർ ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം കാണുകയാണെങ്കിൽ പോലും അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉത്തേജനം അത് പകരും. അങ്ങനെ ഒരു വെളിച്ചം പോലും ഇല്ലെങ്കിൽ അവരെന്ത് തീരുമാനവും സ്വീകരിച്ചേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് മാതൃക സൃഷ്ടിക്കണം എന്നുള്ളത്. ഭിന്നശേഷി, പ്രത്യേകിച്ച് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന വിഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ഒരു മാതൃക എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒട്ടേറെ പേർ സംസാരിക്കാനുണ്ട് വൈകിട്ട് വരെയുള്ള ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ സമയം അമിതമായി എടുക്കാതെ ഞാൻ അവസാനിപ്പിക്കാം. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രാൻസിഷൻ പ്ലാനിങ് ആണ്. വൊക്കേഷണൽ ട്രെയിനിങ്ങിലെ ട്രാൻസിഷൻ പ്ലാനിങ്, ട്രാൻസിഷൻ ഫ്രം സ്കൂൾ ടു വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് സത്യത്തിൽ ഒരു ചെറിയ കാര്യമേ അല്ല. എല്ലാ അർത്ഥത്തിലും വ്യക്തിയെ പര്യാപ്തമാക്കുക, സുസജ്ജമാക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടത് ട്രാൻസിഷനാണ്. എപ്പോഴാണ് ട്രാൻസിഷൻ തുടങ്ങേണ്ടത്? അത് 18 വയസ്സായി തുടങ്ങേണ്ട കാര്യമേ അല്ല. ആ തൊഴിൽപരത ആഭിമുഖ്യം, ഞാൻ പറയുന്നത് നമ്മുടെ സംവിധാനം മുഴുവൻ മാറ്റി തീർക്കേണ്ടതായി വന്നേക്കാം. കാരണം നമ്മുടെ രീതികളൊക്കെ എൻഗേജ് ചെയ്യുന്നതാണ്, എൻ്റർടൈൻ ചെയ്യുന്നതാണ്. അതിലുപരി കൺസ്ട്രക്റ്റീവായി അതിനെങ്ങനെ മാറ്റി തീർക്കാം എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അതിന് സഹായകരമാവുന്ന ഏത് രീതിയിലുള്ള സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനം.
അപ്പോൾ ട്രാൻസിഷൻ നടത്തേണ്ടത് എപ്പോഴാണ്? ട്രാൻസിഷൻ പ്ലാനിങ് നടത്തേണ്ടത് എപ്പോഴാണ്? ട്രാൻസിഷൻ നടത്തേണ്ടത് എപ്പോഴാവാം? അവൻ പരിപക്വമാവുന്ന അവസരത്തിൽ ഏതുമാവാം. പക്ഷെ പ്ലാനിങ് നടത്തേണ്ടത് എപ്പോഴാണ്? അത് 18 വയസ്സായിട്ടല്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 13 വയസ്സ്, 13, ടീനേജിൽ തുടങ്ങണം. 13. അപ്പം സാധാരണ കുട്ടിയാണെങ്കിൽ 8ാം ക്ലാസ്സിലായിരിക്കാനാണ് സാധ്യത. അവിടുന്ന് തുടങ്ങണം അവൻ്റെ തൊഴിൽപരതയോടുള്ള ആഭിമുഖ്യം, വളർത്തിയെടുക്കേണ്ട പ്രക്രിയകൾ ആരംഭിക്കേണ്ടത്, ട്രാൻസിഷൻ പ്ലാനിങ്. അപ്പോൾ സാധാരണ നിലയിൽ ട്രാൻസിഷൻ പ്ലാനിങ് നടത്തുന്ന സമയത്ത് മനസ്സിലുണ്ടാവേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതൊന്ന് ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡുമാണ്, സംശയമില്ല. കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ തിരിച്ചറിയാൻ ഈ 13ാം വയസ്സിൽ, അതും ഇൻ്റലക്ച്വലി ചലഞ്ചഡായ കുട്ടിക്ക് കഴിയുമോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എങ്കിൽ തന്നെയും ഏതെങ്കിലും വളരെ സൂക്ഷ്മദൃഷ്ടിയോടുകൂടി നാം കാണുകയാണെങ്കിൽ അവരിൽ നിലീനമായി കിടക്കുന്ന പല ശേഷികളും കാണാനുള്ള കണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാഴ്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് തൊഴിലിനോടാണ്, തൊഴിൽപരതയോടാണ് അവന് ആഭിമുഖ്യം എന്നുള്ളത് പരിശോധിക്കുക. എന്നിട്ട് അവിടെ തുടങ്ങണം നമ്മൾ. ഇപ്പോൾ സാധാരണ ട്രാൻസിഷൻ പ്ലാനിങ് നടത്തുന്ന സമയത്ത് ആദ്യം, അതായത് 13 മുതൽ 13, 14, 15, 16, 17 അല്ലെങ്കിൽ 18 വയസ്സ്, 17 കഴിഞ്ഞാൽ 18ലേക്ക് നമുക്ക് ട്രാൻസിഷൻ നടത്തില്ലോ. അപ്പോൾ 17 വയസ്സ് ഒരു 5 വർഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ട്രാൻസിഷൻ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെ അക്കാദമിക് കണ്ടൻറ്റും വൊക്കേഷണൽ കണ്ടൻറ്റിനും റേഷ്യോ 13 വയസ്സിൽ എന്തായിരിക്കണം? 20:80 ആവും. അതായത് 20% എന്തായിരിക്കണം? വൊക്കേഷണൽ ആസ്പെക്ട്സിലുള്ള കണ്ടൻ്റ് ആയിരിക്കണം അതിൽ അവൻ്റെ കരിക്കുലത്തിലുണ്ടാകും. 80% അക്കാദമിക് ആയിരിക്കും. 14 വയസ്സാവുന്ന സമയത്ത് എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും 40%. അങ്ങനെ 17ാം വയസ്സാവുന്ന സമയത്ത് അവൻ 100% എന്തായിരിക്കും? ട്രാൻസിഷൻ പ്ലാനിങ് ആയിരിക്കും. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളതൊക്കെ വിശദമായി പറയാൻ നമുക്ക് സമയം അനുവദിക്കാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്ലാനിങ് ഉണ്ടാവണം. പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അഡൾട്ട്ഹുഡ് ലിവിങ് ആണ് നമ്മൾ കാണേണ്ടത്. അഡൾട്ട്ഹുഡ് ലിവിങ്, അല്ലാതെ തൊഴിൽ എന്ന് പറയുന്നത് ഏകാന്തമായ ഒറ്റപ്പെട്ട ഒരു തുരുത്തായി കാണരുത്. ജീവിതമാണ് പ്രശ്നം കേട്ടോ, ജീവിതം തന്നെയാണ് പ്രശ്നം, തൊഴിലല്ല. നമ്മളൊക്കെ തൊഴിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. തൊഴിലിന് വേണ്ടി എന്ത് ചെയ്യരുത്? നമ്മളും ജീവിക്കരുത്, ആരും ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിൽ എന്നുള്ളത്. തൊഴിലിന് വേണ്ടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ജീവിതം നഷ്ടപ്പെടും, തൊഴിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് ജീവിതം തന്നെയാണ്. അഡൾട്ട്ഹുഡ് ലിവിങ് ആണ് പ്രധാനം. അപ്പോൾ അതിലെന്തൊക്കെ വേണം? എല്ലാ കാര്യങ്ങളും വേണം അഡൾട്ട്ഹുഡിൽ. തൊഴിൽ വേണം, വിനോദം വേണം, അല്ലേ? അതൊക്കെ ഉൾപ്പെടുത്തണം. അതാണ് ട്രാൻസിഷൻ പ്ലാനിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അഡൾട്ട്ഹുഡ് നോളജ്, ഇൻഫർമേഷൻസ് ഒക്കെ ഇല്ലേ പലതും. ഈ ഉദാഹരണം പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ. അത് വലിയൊരു പ്രതിസന്ധിയല്ലേ? നിങ്ങളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു ഗുരുതരമായ പ്രതിസന്ധിയല്ലേ? നാട്ടിൽ ഇതുവരെ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. പല കുടുംബങ്ങളിലേക്ക് നൽകുന്ന പല ടീച്ചേഴ്സും കൊടുക്കുന്ന ഉപദേശം, കല്യാണമൊന്നും കഴിപ്പിക്കണ്ട, അത് പ്രശ്നമാണ് എന്ന്. ആരാ പറയുന്നത്? കല്യാണം കഴിച്ച് കുട്ടികളായ ആൾക്കാരാണ് പറയുന്നത്. ഏത് നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? നമുക്ക് പറയാൻ പറ്റുമോ? അതൊരു ഈസി വേ ആണ് കാര്യങ്ങൾ കാണാൻ. നിങ്ങൾ കഴിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടികളെ സാധാരണ നിലയിൽ യൂട്രസ് അങ്ങ് റിമൂവ് ചെയ്താൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടൊന്നും ഞാൻ പറയുന്നതല്ല, സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്തിനാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളുണ്ടാവാം, ചൂഷണത്തിന് വിധേയമാവാം, ഗർഭാവസ്ഥയിൽ കുട്ടിക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, സമൂഹത്തിൻ്റെ നാണക്കേട്, എല്ലാ പ്രശ്നങ്ങളുമായിട്ട് സങ്കീർണമായൊരു പ്രശ്നം. അതിനേറ്റവും എളുപ്പവഴി എന്താ? ഹിസ്റ്ററക്ടമി ചെയ്യുക. നോക്കൂ, എന്തൊരു മനുഷ്യവിരുദ്ധമാണ്, നീതിരഹിതമാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടുക. ഞാനതാ പറയുന്നത്, ഇതൊന്നും ഇൻക്ലൂഷനേ അല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീതി അനുവദിച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൻ്റെ സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ നീതിരഹിതമായ സമൂഹത്തെ നെഞ്ചേറ്റാൻ ഒരു ബാധ്യതയും നമുക്കില്ല. അതുകൊണ്ട് അവിടെ പ്രശ്നം എന്താണ്? അവരനുഭവിക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിന് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. ആ അഡൾട്ട്ഹുഡ് ലൈഫിൽ
ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നടത്താനുള്ള ഒരു ധൈര്യമാണ് ഈ കാര്യത്തിൽ. ധൈര്യം എന്ന് തന്നെ ഞാൻ പറയുന്നത്, ബോൾഡ്നെസ്സാണ് വേണ്ടത്. പലപ്പോഴും ഈ അഡൾട്ട്ഹുഡ് ലിവിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പലരും വിമുഖരായിരിക്കുന്ന പല അധ്യാപകരും പറ്റും. അത് നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മ അനുവദിക്കുന്നില്ല. ഞാൻ പറയാറ്, സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ പൂർണ്ണമായും ധിക്കരിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ നമ്മളൊക്കെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യും. എല്ലാവരെയും സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും അവരുടെ സ്വാധീനത്തിനൊക്കെ വഴങ്ങി ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്കും സർഗാത്മകമായും ക്രിയാത്മകമായും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ സർഗാത്മകമാകണം, ക്രിയാത്മകമാണ്, ജീവിതത്തിൻ്റെ സന്തോഷം, ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നതായിരിക്കണം. അതിന് സഹായകരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ ഒരു വിമുഖതയും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇപ്പോൾ ഒരു കുട്ടി വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി അല്ലേ? കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ആ ഒരു ക്രൊണോളജി നോക്കിയിട്ട് ഓരോ ഘടകത്തിനും എങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതാണ് നമ്മുടെ. അല്ല, അതൊന്നും ചെയ്യരുത് എന്ന് പറയാൻ നമ്മളാരാ? അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഫാസിസ്റ്റ് മനോഭാവം നമുക്ക് പാടുണ്ടോ? എന്ത് നീതിയാണ് അവിടെ നടപ്പാവുക? അപ്പം തീർച്ചയായും നമ്മൾ അർഹതപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, അനുകൂലമായ ഘടകങ്ങളെ ഉറപ്പാക്കാൻ മാറ്റേണ്ടത് അവരെയല്ല. അതായത് ഹിസ്റ്ററെക്ടമി അല്ല ചെയ്യേണ്ടത്, സമൂഹത്തിൽ ഹിസ്റ്ററെക്ടമി ഉണ്ടാക്കുന്നതിന് കാരണമാവുന്ന കാര്യങ്ങൾ എന്ത് എന്ന് പരിശോധിച്ച് അതാണ് പരിഹരിക്കേണ്ടത് അല്ലേ? നാട്ടിലുള്ള പേ പിടിച്ചൊരു പട്ടി കടിക്കും എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ ഓടിക്കുകയല്ല വേണ്ടേ, പേപ്പട്ടീനെ എന്ത് ചെയ്യണം? നമ്മൾ തല്ലിക്കൊല്ലണം. അതാ വേണ്ടത്. മേനകാഗാന്ധി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല കാരണം, ഭ്രാന്താവുമല്ലോ എല്ലാവർക്കും. പ്രശ്നം പരിഹരിക്കണം. അതായത് ഫാക്ച്വലായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. എന്താണ് കാരണം? ആ കാരണത്തെ കണ്ടെത്തി പരിഹരിക്കാൻ സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ അനിവാര്യമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനായിരിക്കണം പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രാൻസിഷൻ പ്ലാനിങ് നടത്തുന്ന സമയത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ല. എൻ്റെ എക്സ്പീരിയൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഷെയർ ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ഉത്തരമായി തന്നെ പറഞ്ഞ് പരിഹരിക്കുകയായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കോഴിക്കോട്, ഞാൻ ഈ വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ്മെൻറ്റും ഒക്കെ നടത്താൻ ഗൗരവമായി പരിശ്രമിച്ചത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന സമയത്ത്. അവിടെ ഇത്തരത്തിലുള്ള കുറേ കുട്ടികളെ പ്ലേസ്മെൻറ്റ് നടത്താനുള്ളൊരു പരിശ്രമം ഞാൻ നടത്തി. സർക്കാർ സംവിധാനമാണ്, അറിയാലോ നമ്മുടെ, നിങ്ങൾക്കറിയാം അതിൻ്റെ പരിമിതികളൊക്കെ. വലിയ സഹായമൊന്നും ആരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. എങ്കിൽ പോലും ഏതാണ്ട് ഒരു 100 പേരെ ആ സമയത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ പറയാം. അതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് പ്ലാനിങ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഒരു കരിക്കുലം ഉണ്ടായിരിക്കണം. കരിക്കുലം ഉണ്ടായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും 2 പാർട്ടുണ്ട് കരിക്കുലത്തിന് അല്ലേ? സ്വാഭാവികമായും 2 പാർട്ടുണ്ട്. ജനറിക് എന്ന് പറയുന്ന പൊതുകാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ഭാഗവും, അതേപോലെ സ്പെസിഫിക് വളരെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. അപ്പോൾ ജനറിക് ഭാഗങ്ങളിൽ സാധാരണയായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എംപ്ലോയബിലിറ്റി സ്കില്ലാണ്. അതായത് പ്രീ റിക്വസിറ്റ് ഫോർ എൻ എംപ്ലോയ്മെൻറ്റ്, അതാണ് എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറയുന്നത്. അതിലേതൊക്കെയാണ് വരുന്നത്? ഒരു തൊഴിലിന് എന്തൊക്കെയാണ് വേണ്ടത്? തൊഴിലിന് വേണ്ടത് സ്പാൻ ഓഫ് അറ്റൻഷൻ വേണം അല്ലേ? സ്പാൻ ഓഫ് അറ്റൻഷൻ, എത്രമാത്രം ശ്രദ്ധ വേണം. ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. അപ്പോൾ അതൊരു സ്കില്ലായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് എന്താണ്? ഇൻട്രാക്ഷൻ വേണം അല്ലേ? ഇൻട്രാക്ഷൻ, പരസ്പരം എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുക. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടത് അവരുടെ ഷൂവിൽ നിന്നിട്ടാണ് നോക്കേണ്ടത് കേട്ടോ, എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഷൂവിൽ നിന്നിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു എംപതറ്റിക്കൽ വ്യൂ ആണ് അതിന് വേണ്ടത്. അപ്പം എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യാം എന്നിപ്പോൾ ഒരു തൊഴിൽ മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻട്രാക്ഷൻ വേണമെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. ആലോചിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇവൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തും. മറ്റൊന്ന് എന്താണ്? പങ്ക്ച്വാലിറ്റി വേണം അല്ലേ? കൃത്യസമയം, കൃത്യനിഷ്ഠ, ഇതൊക്കെ പാലിക്കണം. അപ്പോൾ കൃത്യസമയത്ത് വരുന്നുണ്ടോ?
കൃത്യസമയത്ത് ജോലി തീർക്കുന്നുണ്ടോ? കൃത്യസമയത്ത് ജോലി കഴിഞ്ഞു പോകുന്നുണ്ടോ? കൃത്യസമയം ജോലി നിർത്തി ചായ കുടിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഇതൊക്കെ കൃത്യതയോടുകൂടി നിർവചിക്കാൻ അവന് പറ്റുന്ന തരത്തിലുള്ള ഒരു കരിക്കുലം അതിനുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പങ്ക്ച്വാലിറ്റി, അതേപോലെ കൃത്യമായി പങ്കെടുക്കുന്നതുണ്ട്. റെഗുലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ ഒരു കാര്യം വീണ്ടും വീണ്ടും റെഗുലറായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ റെഗുലാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ പിന്നെ വേണ്ടത് അക്കാദമിക് സ്കില്ലുകൾ ചിലതുണ്ടല്ലോ. ടൈം വേണം, സമയത്തെ എങ്ങനെ പഠിച്ചെടുക്കാമെന്ന്. ഈ സമയമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇരുന്ന് സമയം പഠിപ്പിക്കുക, ക്ലോക്ക് എടുക്കുക, ടൈം പീസ് എടുത്ത് എന്ന രീതിയിൽ ഉള്ളതിനേക്കാളും ഭംഗിയായി ചെയ്യാൻ പറ്റുക തൊഴിലിലൂടെ. ഒരു 1 മുതൽ 10 വരെ എണ്ണാനൊരു കോലും കൊടുത്ത് എന്തിനാ കോലം എണ്ണുന്നതെന്നല്ലേ കുട്ടി ചോദിക്കും. അത് എത്ര ക്രിയാത്മകമായി ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ എണ്ണിയോണ്ട് അവനൊരു ഗുണം, സന്തോഷമെങ്കിലും കിട്ടുകയാണെങ്കിൽ അത്രയും മതി, അല്ലേ? അപ്പം ആ രീതിയിൽ എങ്ങനെ എല്ലാറ്റിനെയും ഫങ്ഷണലാക്കി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്നത്. യാന്ത്രികമായി ഒന്നും ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കുട്ടികളെ അനാവശ്യമായിട്ട് ഒരു കാര്യം പഠിപ്പിക്കരുത്. ഹിമാലയത്തിൻ്റെ ഹൈറ്റും, അല്ലേ, നമ്മളൊക്കെ പഠിച്ചു മറന്ന കാര്യങ്ങൾ, നദികളുടെ നീളവും വീതിയും, അല്ലേ, അനാവശ്യമായിട്ട് BSc എഴുതാനൊക്കെ വേണ്ടി ഈ കുട്ടികളുടെ ജീവിതത്തിൽ അത് അനിവാര്യമേ അല്ല. അഥവാ BSc പോവുകയാണെങ്കിൽ ആ സമയത്ത് പഠിപ്പിച്ചു കൊടുത്താൽ മതി. എല്ലാവരും BSc എഴുതുന്നില്ലല്ലോ. അപ്പം ഫങ്ഷണലായിട്ട് ഗുണപരമായിട്ടുള്ള അല്ലാത്ത ഒരു കാര്യം പഠിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പര്യാലോചനയ്ക്ക് വിധേയമാക്കേണ്ടത്. പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നല്ല, അത് ആവശ്യമില്ലാത്ത കാര്യം. ആവശ്യമുള്ളത് മാത്രം ചുരുക്കി പഠിപ്പിക്കും, അത്രേ വേണ്ടൂ. അപ്പോൾ അത് എങ്ങനെ പഠിപ്പിക്കും? അത് ആഹ്ലാദകരമായി, ആശ്വാസകരമായി. നമുക്ക് വലിയൊരു വെല്ലുവിളി ടൈമൊക്കെ പഠിപ്പിക്കുമ്പോഴും മണി കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോഴും അത് കൂടുതൽ അക്കാദമിക് ആണ് എന്നുള്ളത് കൊണ്ട്, അല്ലേ, അതിൻ്റെ ഒരു സവിശേഷത വളരെ വിരസമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷെ അതിനെ ആഹ്ലാദകരമാക്കി എങ്ങനെ മാറ്റാം? ദിവസം പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളോട് പറഞ്ഞ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് നോക്കിയിട്ട് ആ ദിവസം, ഞങ്ങളവിടെ പറയുന്നത് ചില ദിവസങ്ങളിലൊക്കെ മീനുണ്ടാവും, ഇറച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ആ ഡേറ്റ് അവരെ ഓർമ്മപ്പെടുത്തുക, എന്താ കണക്ട് ചെയ്തിട്ട് അവന് ഇഷ്ടമുള്ള ഏത് കാര്യമാണ്, അല്ലെങ്കിൽ ഡാൻസ് ഉള്ള ദിവസം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ ക്രിയാത്മകമാക്കാം എന്നുള്ളത് ഓരോ ഇവൻറ്റിനെയും ഓരോ പഠനത്തെയും ആഹ്ലാദകരമാക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മളാണ് ആലോചിക്കേണ്ടത്. സത്യത്തിൽ അതുകൊണ്ടാണ് ടീച്ചിങ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ആർട്ട് ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ്. അത് ആനി ബെസൻറ്റിൻ്റെയൊക്കെ അധ്യാപിക നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര കലാത്മകമായി കാവ്യാത്മകമായി പഠിപ്പിക്കുന്നത്. അപ്പം ടൈം കൺസെപ്റ്റ്, മണി കൺസെപ്റ്റ് ഇത് പഠിപ്പിക്കണം. അത് ശമ്പളവും പിന്നെ ബാങ്കിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെയുള്ള അതൊക്കെ ഉൾപ്പെടുന്ന അക്കാദമിക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ ഓരോ പ്രായത്തിനനുസരിച്ച് എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ സാമൂഹിക ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ കഥ രൂപയും ചർച്ചയായൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കും. അതൊക്കെ ജനറിക് സ്കില്ലാണ്. അതിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എണ്ണാം. ഒരു തൊഴിൽ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, തൊഴിൽപരത, എംപ്ലോയബിലിറ്റി സ്കിൽ, അതെങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് വളരെ ശാസ്ത്രീയമായി, ഒബ്സർവബിളായി, അതാണ് ഏറ്റവും പ്രധാനം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, കരിക്കുലം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. എംപിരിക്കലായിരിക്കണം. അതായത് വളർച്ച, വികാസം അല്ലെങ്കിൽ നേട്ടം നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റണം. അതിനിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഒട്ടേറെ സങ്കേതങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യയുടെ വലിയ സഹായം ഒബ്സർവബിളാക്കാനും എംപിരിക്കലാക്കാനും, അല്ലേ, റിപ്പീറ്റഡ് ആക്ടിവിറ്റി ആക്കാനും അത് ആസ്വാദ്യകരമായി അവതരിപ്പിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ഒട്ടേറെ സാങ്കേതിക വിദ്യ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. സാങ്കേതിക വിദ്യയെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള അഡിക്ഷനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളത് കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇപ്പം പുതിയ കാലഘട്ടത്തിൽ ഒട്ടേറെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വന്നിട്ടുണ്ട്. മറ്റൊരു പാർട്ട് പ്രധാനപ്പെട്ടത് എന്താണ്, സ്പെസിഫിക് സ്കില്ലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ സ്കില്ലും അവൻ്റെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇവന് പറ്റുന്ന തൊഴിൽ ഏതാണ്. പിന്നെ ഒരു കാര്യം,
തൊഴിൽ അന്വേഷിച്ച് പോകുന്നു വേണ്ട. കിട്ടുന്ന തൊഴിൽ ഏതാണോ, എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്, കിട്ടുന്ന ഏത് തൊഴിലാണോ ആ തൊഴിലിലേക്ക് അവൻ എന്ത് ചെയ്യാം, അവൻ്റെ കഴിവുകളെ ശേഷികളെ മുഴുവൻ എന്ത് ചെയ്യാം, വികസിപ്പിച്ചെടുക്കാം. അപ്പോൾ പഠിച്ചിട്ടേ തൊഴിൽ, അപ്പോൾ അവിടെ പരിശീലനം കിട്ടുമ്പോൾ സമയത്ത് തൊഴിലിന് വേണ്ടിയിട്ട് ആരെയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എംപ്ലോയേഴ്സ് വരുന്ന സമയത്ത് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരു എന്താണ്, നമ്മളൊരു ഒഴിവുകഴിവാക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിലെ ഈ ടൈം ഡ്യൂറേഷൻ ഷെഡ്യൂളിങ് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഈ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അത്ര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യരുത് എന്നാണ്. സ്ട്രിക്റ്റ് ആകുന്ന സമയത്ത് സംഭവിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വളരെ ഫ്ലെക്സിബിളാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. നമ്മുടെ ലക്ഷ്യം എത്രയേ ഉള്ളൂ, അവന് ജോലി കിട്ടണം, ജോലി കിട്ടുന്നതിന് ആവശ്യമായ സ്കിൽ ഡെവലപ്പ് ചെയ്യണം അല്ലേ. അതിന് വ്യവസ്ഥാപിതമായ രീതിയിൽ ചിന്തിക്കണമെന്നേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എങ്ങനെ വ്യവസ്ഥയ്ക്ക് എതിരായി ചിന്തിക്കാൻ പറ്റും അത്രയും നല്ലതാവും, അത്രയും നന്മയും നമുക്കുണ്ട്. കാരണം വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഇമ്മോറൽ ആയിട്ടുള്ള എൻറ്റിറ്റിയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അതുകൊണ്ട് സൊസൈറ്റിയുടെ നോംസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യണം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഈ സൊസൈറ്റിയുടെ ഇമ്മോറാലിറ്റിയുടെയും കറപ്ഷൻ്റെയും പാർട്ട് ആൻഡ് പാർസലാണ്. അതുകൊണ്ട് നാളെ മുതൽ യുദ്ധം ചെയ്യണമെന്നല്ല, മനസ്സുകൊണ്ട് ഇതൊക്കെ അസംബന്ധമാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം, ആത്മധൈര്യം സൃഷ്ടിച്ചെടുത്താണ്. അപ്പോഴേ നമുക്ക് കുട്ടികളെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ പറ്റും. അല്ലെ സൊസൈറ്റിയുടെ നോംസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് രക്ഷിതാക്കളോട് ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്ന ആദ്യം തന്നെ നിങ്ങൾ ഈ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിക്കണമെന്നുള്ളത്. അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ് ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റും. ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോൾഡ്നെസ്, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയും. അതുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. പക്ഷെ നാം ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ സൊസൈറ്റിക്ക് എതിരാണെന്ന് വിചാരിക്കില്ല കേട്ടോ. സൊസൈറ്റിയെ നമുക്ക് തിരുത്താം. നമ്മളുടെ വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടും ഒക്കെ ഈ എല്ലാ പ്രതിസന്ധികളും ഉണ്ടാവും എങ്കിൽ പോലും ശക്തമായൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് തരത്തിലും വളയാനും തിരിയാനും ഉള്ളതുകൊണ്ട് നമ്മൾ കൂടി വരും. അത് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്പെസിഫിക് സ്കിൽ കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിലുള്ള അണുകിട തെറ്റാത്ത സാങ്കേതികമായ എല്ലാ അർത്ഥത്തിലും ഈ നമ്മൾ പാലിക്കപ്പെടേണ്ട ഒരു കാര്യം എന്നതിലുപരിയായി വ്യക്തിയിൽ എത്രമാത്രം ഗുണകരമാവും ഓരോന്നും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ഗുണം പൊതുസമൂഹത്തിൽ അവൻ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോഴേ പഠിക്കുന്നുണ്ട് കേട്ടോ. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കില്ല് പഠിപ്പിക്കാൻ വൈകുന്നേരം 2 വർഷം എടുക്കുക, കഴിഞ്ഞിട്ട് ജോലി കൊടുക്കാമെന്നല്ല വിചാരിക്കേണ്ടത്. അതിനു മുമ്പ് ജോലി കിട്ടുകയാണെങ്കിൽ സമൂഹത്തിൽ നിർത്തുക, അവിടുന്ന് സ്കില്ല് പഠിച്ചു. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിനനുസൃതമായി അതിനെ ചിട്ടപ്പെടുത്താനുള്ള ഒരു ബുദ്ധിപരമായ ഇടപെടൽ നമ്മൾ നടത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സ്പെസിഫിക് സ്കില്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ജോലി എന്ന് മാത്രമല്ല സാമൂഹ്യമായിട്ടുള്ള പരിഗണനകൾ. ചില സമൂഹത്തിൽ ഇന്ന ജോലികളായിരിക്കും കൂടുതൽ, ചില കുടുംബത്തിന് പശ്ചാത്തലമുണ്ടാകും ജോലി, ബിസിനസ്സിൻ്റെ, തൊഴിലിൻ്റെ ഒക്കെ. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് അതിൽ നാം സ്വീകരിക്കേണ്ട ഒരു സമീപനം. ഇങ്ങനെ വിജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി എനിക്ക് കോഴിക്കോട്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്ന സമയത്ത് ആദ്യം ഇത്തരത്തിലൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, നമ്മളെ മുമ്പുണ്ടായിരുന്നതൊക്കെ ഷെൽട്ടേഡ് എംപ്ലോയ്മെൻ്റ് അല്ലേ, സംരക്ഷിത തൊഴിലല്ലേ. അതായത് ഒരു കെട്ടിടത്തിൽ ഇവരെല്ലാവരും പഠിക്കുന്നു, അതിന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെച്ചിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടും സങ്കല്പം. ഷെൽട്ടേഡ് എംപ്ലോയ്മെൻറ്റ്, അതിനൊരുപാട് സുരക്ഷിതത്വമുണ്ട്. പ്രത്യേകിച്ചും സമൂഹം അരക്ഷിതമാവുന്ന സമയത്ത് രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഷെൽട്ടേഡ് എംപ്ലോയ്മെൻറ്റ്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഓപ്പൺ എംപ്ലോയ്മെൻറ്റ്. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് തന്നെയാണ് പരീക്ഷിച്ചത്, ഓപ്പൺ എംപ്ലോയ്മെൻറ്റ്. അപ്പം ആദ്യത്തെ മീറ്റിംഗ് വിളിച്ച സമയത്ത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, രക്ഷിതാക്കൾ, അങ്ങനെ എല്ലാവരെയും കൂടി വിളിച്ച മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു ഓപ്പൺ എംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നടത്താൻ പോകുന്നത്. അത് ശാസ്ത്രീയമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം അപ്പോൾ അവിടുന്ന് രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞത് നടക്കില്ല സാർ,
ഒന്നും നടക്കാൻ പോകുന്നില്ല. കുട്ടിക്ക് നടക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പ്രയാസമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ വിശദീകരിച്ചു. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് എനിക്കതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അവരുടെ വിഷമം അനലൈസ് ചെയ്യാൻ, കുട്ടിയുടെ ശേഷി എന്താണെന്നുള്ളത് അറിയാം. ഇവർ വരുന്ന സമയത്ത് ഒരു 2-3 ആൾക്കാരൊക്കെ ഒന്നിച്ചല്ല ഇവർ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പിടിച്ചിട്ടൊക്കെ. അങ്ങനെയുള്ള ആശങ്കയാണത്, വലിയ ആശങ്കയാണ്. ആരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ ഒരു സമൂഹമല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ അവർ പറഞ്ഞത് നടക്കാനേ പോകുന്നില്ല, വിജയിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചിരുന്നത് ഒരു 5 വർഷം കൊണ്ട് ഒരു 25 പേരെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റൂ എന്നുള്ളൊരു പരിശോധന. അതിനാദ്യം തന്നെ പരിശ്രമിച്ചിരുന്നത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റില്ലേ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. നമ്മൾ തൊഴിലിന് സംശയരഹിതമായി പറയാൻ പറ്റുന്നൊരു കാര്യം, ഭിന്നശേഷി പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആവർത്തന സ്വഭാവമുള്ള ജോലി ചെയ്യാം. സാങ്കേതിക സങ്കീർണത ഉണ്ടാവരുതെന്ന് മാത്രം, അപകട സാധ്യത ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള ജോലി നമ്മൾ പറയാറില്ലേ, പഠിക്കുമ്പോൾ ഒക്കെ പറയുന്ന ഒരിതില്ലേ, മൈൽഡ് മോഡറേറ്റ് വിഭാഗത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജോലി, ഏത് ജോലിയും ചെയ്യാൻ പറ്റും. ആവർത്തന സ്വഭാവമുള്ള, അതേപോലെ അപകട സാധ്യതയില്ലാത്ത. ഞാൻ പറയുന്നത് അപകട സാധ്യതയില്ലാത്തതെന്ന് പറയുന്നത് നിയമപരമായിട്ട് എന്തോ കൃത്യത വരച്ച് മാറ്റേണ്ടതല്ല. ചില കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവനെ സംബന്ധിച്ച് അപകടം അല്ല എന്ന് മനസ്സിലാക്കണം. അതാ പറയുന്നത് ഫ്ലെക്സിബിൾ. അപകടം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഇലക്ട്രിസിറ്റി തൊടരുത്, സ്വിച്ച് തൊടരുത് എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പത്തിലേക്ക് വരും. അങ്ങനെയല്ല, ആ വ്യക്തിയെ സംബന്ധിച്ച് അപകടകരമല്ല എന്നുള്ളതേ അർത്ഥമുള്ളൂ. അതേപോലെ തന്നെയാണ് സാങ്കേതിക സങ്കീർണത. സങ്കീർണമായ സാങ്കേതികത എന്ന് പറയുന്നതും അത് എന്താണ്, റിലേറ്റീവാണ് ആ വാക്ക് കേട്ടോ, വളരെ സൂക്ഷിക്കേണ്ട വാക്കാണ് നമ്മൾ. കാരണം ആ വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ കുട്ടി അടച്ചളയും. അങ്ങനെ ചെയ്യരുത്. ആ വ്യക്തിയെ സംബന്ധിച്ച് സാങ്കേതികം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മൈൽഡ് മോഡറേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് 85%, 85%. 15% വരുന്നുള്ളൂ സിവിയർ ആൻഡ് പ്രൊഫൗണ്ട് എന്ന് പറയുന്നു. സിവിയർ ആൻഡ് പ്രൊഫൗണ്ടിനെ എങ്ങനെ ജോലിക്ക് നിർത്താം എന്നുള്ളതായിരിക്കണം നമ്മൾ ആലോചന. അപ്പം ഈ സമൂഹത്തിലെ വലിയൊരു ജനവിഭാഗത്തിനെ ശരിയായ രീതിയിൽ തൊഴിൽ പരതയിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. നോക്കൂ, നമ്മളിങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ ഈ 85% തൊഴിലില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളോടുള്ളൊരു വെല്ലുവിളി കൂടിയാണ് എന്നുള്ളത് നമ്മൾ സ്വീകരിക്കണം. ആ വെല്ലുവിളി. അവരൊക്കെ ജോലി ചെയ്യാൻ ശേഷിയുള്ളവരാണ്. പറയുന്ന കാരണങ്ങളൊക്കെ ചില ആശങ്കകളുടെ, ചില വിഷമങ്ങളുടെ സമൂഹത്തിൽ നിലനിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, സാമൂഹികമായിട്ടുള്ള എല്ലാ നോംസുകളെയും തകർക്കാൻ നമുക്ക് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള ചില നിയന്ത്രണങ്ങളാണ്. അതിനെയൊക്കെ പരിശോധനയ്ക്ക്, പുനർനിർവചനത്തിന് വിധേയമാക്കി വിചാരണ ചെയ്ത് സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓരോന്നും വിചാരണ ചെയ്യണം. നിലനിൽക്കുന്ന നിയമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിക്റ്റേഷൻസ് ഉണ്ടല്ലോ സമൂഹത്തിൽ, അതൊക്കെ വിചാരണ ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ രക്ഷിതാക്കൾ വന്ന് പറയും, സർ ഇവന് യാത്ര ചെയ്യാനേ പറ്റും. കാരണം എന്താ? ബോർഡ് വായിക്കാൻ പറ്റില്ല, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, 4 ആൾ കൂടെ വേണം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കരുതുന്ന പോലെ ഇവർ വായിച്ചിട്ടൊന്നുമല്ല വരും. എനിക്കറിയുന്ന കുട്ടി താമരശ്ശേരിയിൽ നിന്ന് വരുന്ന, വളരെ ദൂരമുണ്ട്, 10-50 കിലോമീറ്റർ ഉണ്ട് അല്ലേ, അവിടുന്ന് വരുന്ന കുട്ടികളാണ്. വായിക്കാനൊന്നും അറിയില്ല, എപ്പോഴും അറിയില്ല. പക്ഷേ 2-3 ദിവസം വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ ഈ ആശങ്ക മനസ്സിലെന്താണ്, രക്ഷിതാക്കളെയും അധ്യാപകരുടെ മനസ്സിൽ വായിക്കാൻ അറിയില്ലല്ലോ എന്നുള്ളതാണ്. അത് പരിശോധിക്കണമെന്ന്, വിചാരണ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നമ്മളെ ചിന്തകളെ, മുൻവിധികളെ ഒക്കെ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയം. എൻ്റേത് മുൻവിധിയാണോ എന്നുള്ള പരിശോധനയ്ക്ക് നാം സന്നദ്ധമാകും. കുട്ടികൾ വരുന്നുണ്ട്, വായിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവനെ വായിക്കാൻ പഠിപ്പിക്കുക, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ. അങ്ങനെ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അവനെ അക്ഷരം പഠിപ്പിക്കുക, എന്നിട്ട് നമുക്ക് ജോലിക്ക് വിടാം, അങ്ങനെ ചിന്തിക്കരുത്. ആദ്യം ഒരു പരീക്ഷണം നടത്തും. നിങ്ങൾ ഒറ്റയ്ക്ക് പോകും. ഞാൻ ആദ്യം രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ അവനും കൂടി പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് അവൻ ഏതാണ്ട് കാര്യങ്ങളും, പിന്നെ അവൻ്റെ മുന്നിൽ കയറ്റുക, നിങ്ങൾ പുറകെ അവൻ ഒബ്സർവ് ചെയ്യുക 2-3 ദിവസം. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ പിന്നെ നിർത്തും.
അങ്ങനെ പോയവരെ ഒരുപാട് പേര് സ്വന്തമായിട്ട് ജോലി ചെയ്യും. അപ്പം ആ രീതിയിൽ അവനെ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ 25 ആളുകൾ 5 വർഷം കൊണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു, തെറ്റിദ്ധാരണകൾ. അതൊക്കെ തിരുത്താൻ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ വലിയൊരു ജനവിഭാഗത്തിന് പറ്റും. ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം 25 ഒരു 8-9 പേരെയാണ് ഞാനന്ന് പ്ലേസ് ചെയ്തത്. എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ അവിടുത്തെ MD എന്നോട് വന്ന് പറഞ്ഞു, മറ്റു ജോലിയേക്കാളും ബെറ്ററാണ് വേറെ ചെയ്യും. എനിക്ക് വിശ്വാസമുള്ള വിഭാഗം വരാണ്. അങ്ങനെ ഈ മാഡം ഈ CCTV കൂടെ ജോലി ചെയ്യുന്നതൊക്കെ നോക്കല്ലോ, അപ്പോൾ കാണുന്നത് ഇത്ര ഭംഗിയായി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നത് മറ്റവരെക്കാളും ഇവരാണ് എന്നത്. ഒരു മ്യൂസിക് ഷോപ്പിൽ ഞാൻ 2 കുട്ടികളെ നിർത്തി. വലിയ പ്രശ്നം നോക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ പരാതി അവരെ പറ്റി. ഇവൻ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളൊരു വിഷമമാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു ഇംപ്രഷനായിരുന്നു, ഫീഡ്ബാക്കാണ് കിട്ടിയത്. അതെന്നെ വളരെ പ്രചോദിപ്പിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ KMCT മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ടു, കോഴിക്കോട് ബേബി മെമ്മോറിയൽ. അതൊക്കെ ഇപ്പോൾ വലിയ കുത്തകളൊക്കെ എടുത്തു പറയും, അറിയില്ല എന്താ ചെയ്യാന്ന്. എങ്കിൽ പോലും നമ്മളെ കുട്ടിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നിൽക്കുന്നത്. KMCTയിൽ ഏതാണ്ട് ഒരു 22 പേരുണ്ട്. അതിൻ്റെ ഒരു രസകരമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അവർ ചെറിയൊരു വിമുഖരെയൊക്കെ കാണിച്ചു, പൈസയൊക്കെ ശമ്പളമൊക്കെ കുറച്ചാണ് കൊടുക്കുന്നത്. KMCTക്ക് മെഡിക്കൽ കോളേജല്ലേ, അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുമല്ലോ അതിന് ആളുകൾ ഇൻസ്പെക്ഷന് വരും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് 22 കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് റേറ്റിംഗ് കിട്ടാൻ കാരണം. ഈ കാറ്റഗറൈസ് ചെയ്യില്ല ഹോസ്പിറ്റലിൽ NABHൻ്റെ. പിന്നെ ഇനി കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു വരും. അപ്പം അതാണ് ഇവരുടെ മനോഭാവം. കാരണം കുട്ടികൾ ഇത്തരത്തിലൊരു കുട്ടി ഒരു എന്താണ് ഒരു സ്ഥാപനത്തിൽ എന്നാൽ എന്തൊരു ഐശ്വര്യം അല്ലേ. നിഷ്കളങ്കായി ചിരിക്കാൻ പറ്റുന്ന അത്രയും വലിയ വേറെ മുഖങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇത്ര സ്നേഹവായ്പോടു കൂടി നമ്മളൊക്കെ വന്ന് കരം പിടിക്കുന്നു, അങ്ങനെയില്ലല്ലോ. കഴിഞ്ഞ ദിവസം മേയർ എന്നോട് ഇന്നലെ മേയറായിട്ട് സംസാരിച്ചു, എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. പഴയ മേയർ ബീന ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു മേഡം ഉണ്ടായിരുന്നു കോഴിക്കോട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്തി ഡിസംബറിൽ. അപ്പം തിരുവനന്തപുരത്ത് ഈ മേഡം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കാർ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി ഓടി വരും, എന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ഈ മേഡത്തിന് മനസ്സിലായില്ല. അത് പറഞ്ഞു സ്പെഷ്യൽ ഒളിമ്പിക്സിലെ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ ഓർമ്മ വെച്ചിട്ട് ആ സ്നേഹം, അങ്ങനെ സ്നേഹം പകർന്ന തരത്തിലൊരു നിഷ്കളങ്ക മുഖം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിന് വലിയൊരു വാല്യൂ ഉണ്ട്. നമ്മുടെ മോണിറ്ററി വാല്യൂ അല്ല, വേറൊരു സോഷ്യൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ സംതൃപ്തരാണ്. ഇനിയും വേണം ജോലി ചെയ്യാൻ എന്നുള്ളതായിരിക്കാണ് പറയുന്നത്. ഇപ്പം എനിക്ക് ഏതാണ്ട് 175 പേര് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. 175 പേരാണ്. ഞാൻ 5 വർഷം കൊണ്ട് 25 എന്ന് പറഞ്ഞാൽ വിജയിച്ചു, വളരെ നല്ല രീതിയിൽ വിജയിക്കുന്നു. ഇനിയുണ്ട്, ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോരുത്തരെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെ ഒരു വലിയൊരു ആഹ്ലാദമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇതുവരെ സമൂഹം കരുതിയിരുന്നത് എന്താ ഇവരെ പറ്റിയിട്ട്? ലൈഫ് ലോങ് ബേർഡൻ എന്നുള്ളതാണ്. ഒരു തരത്തിലും ഈ ബാധ്യതയിൽ നിന്ന്, ഭാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ബാധ്യതയില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് പോകുന്നു, യാത്ര ചെയ്യുന്നു ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫാമിലി മെമ്പറാവില്ലേ, കുടുംബത്തിനെ സഹായിക്കുന്ന തരത്തിലേക്ക്. ഞാൻ പലപ്പോഴും സാറിനോടൊക്കെ ഞാൻ പറഞ്ഞ് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഒരു കുട്ടി കുറച്ചു കാലം മുമ്പ് എൻ്റെ ഓഫീസിൽ വന്നിട്ട് രാവിലെ തന്നെ വന്ന് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറിനോട്. അപ്പം ഞാൻ പറഞ്ഞു വാ ഇരിക്കി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അപ്പോഴേ ഒരു വലിയ അത്ഭുതം ഉണ്ടായത് എന്താണെന്നാൽ ഇവനൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ പ്രശ്നം പരിഹരിക്കണം ഒരാളെ ആരോ ആട്ടെ കാണുകയും അത് പരിഹരിക്കണമെന്ന് തോന്നുകയും ഒക്കെ ചെയ്തതിൻ്റെ മുമ്പിലുള്ള അത് ക്ലാസ് റൂമിലിരുന്നാൽ കിട്ടുന്നതല്ല എന്ന് ഞാൻ പറയും. സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതാണ് ആ കാഴ്ചപ്പാട്. അന്ന് വരുന്നു, അന്ന് ലീവ് എടുത്ത് വരികയാണ്. KMCTയിൽ ജോലി ചെയ്യുന്ന ഒരു ദിവസം 500 രൂപ ഉണ്ട് കേട്ടോ, അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന ഞാൻ ചോദിച്ചു എന്താ വന്നത്, ഇന്ന് ലീവാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അന്ന് ലീവാണ്, പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി അച്ഛനും അമ്മയും, അച്ഛൻ കള്ളു കുടിച്ച് വന്നു, അമ്മയായിട്ട് ബഹളം, എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല, ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അതൊന്ന് പരിഹരിച്ചു തരണം എന്നാണ് അവൻ്റെ ആവശ്യം.
ആ നമ്മളെ കോഴിക്കോട് ടൗണിൽ തന്നെ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാണ്. അപ്പം തന്നെ അയാളെ വരുത്തി, അയാൾ വിളിച്ചു. അയാൾ പറഞ്ഞു, സാറേ ഞാനൊരു മദ്യപാനം നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു 3 ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കും പോയിട്ട് പരാജയപ്പെട്ടു വന്ന ആളാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇവൻ ഇങ്ങനെ ഒരു വിഷമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് മദ്യം കുടിക്കുകയാണെങ്കിൽ തന്നെയും ബഹളം ഉണ്ടാക്കില്ല എന്നൊരു ഉറപ്പ് അയാൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവൻ നിങ്ങളൊരു മദ്യപാനി അച്ഛനാണ് എന്നുള്ളതിലുള്ളൊരു വിഷമം കൂടിയുണ്ട്. അപ്പം പഴയ ആളല്ല ഇപ്പം. ആ വിഷമവും സങ്കടമൊക്കെ അവനുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ വന്ന്. ഒന്ന് പരിശ്രമിച്ച് നോക്കുമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പരിശ്രമിച്ച് നോക്കട്ടെ ഏതെങ്കിലും തരത്തിൽ നിർത്താൻ പറ്റുമോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നതിനിടെ എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു ശുപാർശയാണ്, സാർ ഒന്ന് ഇവനോട് പറയണം. അപ്പോൾ ചോദിച്ചു, എന്താണ്? എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, ഇവൻ്റെ വീട് തന്നെയാണ്, അതുകൊണ്ട് ഇവനോട് ഒരു 2 ലക്ഷം റുപ്യ കടം തരാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇവൻ്റെ അക്കൗണ്ടിലെത്താം? അപ്പോൾ അവൻ്റെ 5 ലക്ഷം റുപ്യ ഉണ്ട്. ഈ വിദ്വാൻ ഒരു പൈസയും ചിലവാക്കില്ല, 5 ലക്ഷം റുപ്യ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു, 5 പൈസ ഞാൻ കൊടുക്കില്ല, അതൊക്കെ കുടിച്ചത് ഈ കണ്ട ആളൊന്നുമല്ല അയാളെന്ന്. അതൊക്കെ അവൻ്റെ ഒരു ബുദ്ധി സ്വയം തീരുമാനം എടുത്ത് അവൻ പറയുന്ന കാര്യങ്ങളാണ്. കള്ളുപിടിച്ച് തീർക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടില്ല അവനെ നിങ്ങളെപ്പറ്റി ഒരു വിശ്വാസമില്ല, പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അവനൊരു ആത്മവിശ്വാസം വരുന്നവരെ കാത്തിക്കാം, നമുക്കിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു, സാറേ ഞാനൊരു 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിച്ചു തരണേ. അതാണ് ഞാൻ പറയുന്ന ഒരു ചേഞ്ച് എന്ന്. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതാ പറയുന്നത്, സൊസൈറ്റി, സമൂഹത്തിൽ അവരെ നിലനിർത്താനുള്ള സങ്കേതങ്ങൾ നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അവർക്കതൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, മറ്റൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ KM മെഡിക്കൽ കോളേജിലുള്ള 22 പേരാണുള്ളത്. അതിലൊരു മീറ്റിംഗ് ഞാൻ വിളിച്ചു രക്ഷിതാക്കളുടെ. അവരെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി. അപ്പോൾ ആ ചർച്ച ചെയ്തതിൻ്റെ ഇടയ്ക്ക് മനസ്സിലാക്കിയൊരു കാര്യം, 5 കുടുംബത്തിലെ ഏക വരുമാനം ഇന്ന് കുട്ടി അധ്വാനിക്കുന്നതാണ്. 5 കുടുംബത്തിൻ്റെ ഏക വരുമാനം. ചിലർ മാരകമായ അസുഖം വന്ന് തളർന്നു കിടന്നു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, അങ്ങനെയുള്ള സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇന്ന് താങ്ങും തണലായിട്ട് നിൽക്കുന്നത് ഈ 5 പേരാണ്. 5 കുടുംബങ്ങളിലെങ്കിലും. അതിൽ മാത്രമല്ല, ഈ കുട്ടികളിലൊക്കെ ഏതാണ്ട് എല്ലാ പേരും സ്കൂട്ടറൊക്കെ മേടിച്ചു. യാത്ര ചെയ്യുന്ന സ്കൂട്ടറിലാണ് വരുന്നത്. അങ്ങനെയാണ് ഒരു വിദ്വാൻ വല്ലാണ്ടങ്ങ് മുന്നോട്ട് പോയി. അവൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിന് പ്രയാസമൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ ഇടപെട്ടു, കലക്ടറോടൊക്കെ സംസാരിച്ചു. അവൻ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി, മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളത്. നമ്മുടെ നിയമം അങ്ങനെ അനുവദിക്കുന്നില്ല, എന്താ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ കൊടുത്തു, കിട്ടി. ഒരു വിദ്വാൻ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട്, അതിനെ ഡെൻ്റൽ ക്ലിനിക്കിൽ ജോലിയാണ്. അവൻ 5 മണി ജോലി കഴിഞ്ഞാൽ അവനെ ഡ്രൈവറായിട്ട് പോവുക, വീട്ടുകാരറിയാതെ. അപ്പോൾ അവനെ കാണുന്നില്ല ചില സമയത്ത്. അങ്ങനെയാണ് പിടിച്ചത്. അത് പക്ഷേ നമ്മൾ നിയന്ത്രിച്ചു. കാരണം എന്താ വെച്ചാൽ അത് കൂടുതൽ ഗുരുതരമായ പ്രശ്നം, കാരണം അത്രയേ അവന് ശേഷിയുള്ളൂ എന്നുള്ളത്. ഈ 20 പേരിൽ ഒരു അമ്മ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംസാരമാണ്. അമ്മ പറഞ്ഞു, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണത്തിന് മുമ്പ് അവൻ മരിക്കണമെന്ന്. ഇന്ന് അവൻ ക്യാൻസർ രോഗിയാണ്. അമ്മ ക്യാൻസർ രോഗിയാണ്. ഭർത്താവ് മരിച്ചു, പൂർണ്ണമായ ചികിത്സ നടത്തുന്നത് ഇവനാണ്. അപ്പോൾ പറയാണ്, സത്യത്തിൽ ആ പ്രാർത്ഥന ഒന്ന് വലിച്ചിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നോക്കൂ മാറ്റം. അപ്പോൾ അവനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താ വളരെ രസകരമായ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, സാർ എല്ലാവരും സ്കൂട്ടർ മേടിച്ചു, പക്ഷേ ഞാൻ സ്കൂട്ടറൊന്നും മേടിച്ചില്ല. എൻ്റെ അമ്മയ്ക്ക് ചികിത്സിക്കാൻ പണം വേണം, അതുകൊണ്ട് ഞാനൊരു സൈക്കിൾ മേടിച്ചു. സൈക്കിളാകുമ്പോൾ കാറ്റടിച്ചാൽ മതിയല്ലോ. ഈ രീതിയിലുള്ള പ്രതികരണത്തിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു മാറ്റമല്ലേ, ഒരു വലിയ. അപ്പോൾ ആ സാധ്യതകൾ, ഇതൊന്നും വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ നടത്തിയിട്ടേ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ കാര്യം. എൻ്റെ മറ്റൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ എംപ്ലോയേഴ്സ് ഉണ്ടല്ലോ, ഒരിക്കൽ അവർക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, അവർക്ക് ശമ്പളത്തിൻ്റെ കാര്യമൊന്നും ഞാൻ അധികം സംസാരിക്കാറേ ഇല്ല. ശമ്പളം എത്ര കൊടുക്കണമെന്ന് പറയാറുമില്ല. അത് നമ്മുടെ പറയേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർ കൊടുത്ത് എല്ലാ നല്ല നന്മയുണ്ടല്ലോ എല്ലാ മനുഷ്യരും. ഒരു സമൂഹമല്ല, ആ സമൂഹത്തിൽ നല്ലയുള്ള നന്മയുള്ള മനുഷ്യരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നല്ല ശമ്പളം കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്, നന്നായി കൊടുക്കുന്നുണ്ട്, നല്ല കെയർ കിട്ടുന്നുണ്ട്, പരിഗണന കിട്ടുന്നുണ്ട്. പാരീസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവൻ ഒരു പാത്രക്കച്ചവടത്തിൻ്റെ ഷോപ്പിലാണ്. അവൻ നിന്ന സമയത്ത് അവിടെ ആകെ
പ്രയാസപ്പെട്ട് നിൽക്കുന്ന, പക്ഷെ അവൻ ജോലി ചെയ്യുന്നു. ആദ്യം തുടങ്ങിയതൊരു 500 രൂപ വെച്ചിട്ടാണ് ശമ്പളം കൊടുത്തത്. പിന്നെ അതൊക്കെ വൃത്തിയാക്കി. അവനൊരു അത്ഭുതം കാണിച്ച അവിടെ എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ അബാൻഡൻഡ് ആയിട്ട് കുറേ പാത്രങ്ങൾ പൊടി പിടിച്ച് കിടക്കുന്നു. അതൊക്കെ ഓരോ സെറ്റാക്കി ഇവൻ തുടച്ചെടുത്തു, സെറ്റാക്കി പെട്ടിയിലാക്കി, അതൊക്കെ വലിയ വിലയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾ പറഞ്ഞു, എത്രയോ വർഷമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഇവർക്കൊന്നും തോന്നാത്ത ബുദ്ധിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവനെന്താ ബുദ്ധി കുറവെന്ന് പറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു. ഇവനെന്താ ബുദ്ധി കുറവ്? ഇവനെ നല്ല മിടുക്കനാണ് എന്ന് മാത്രമല്ല, നന്നായി ജോലി ചെയ്യുന്നു. അവന് കിട്ടിക്കൊണ്ടിരുന്നത് 1200 രൂപ പെർ ഡേ. അത് അവൻ തന്നെ വാങ്ങിച്ചത്, നമ്മൾ കൊടുത്ത നമ്മുടെ കഴിവുകൊണ്ടല്ല, അവൻ്റെ ശേഷി അവൻ പ്രകടിപ്പിക്കും. പക്ഷെ ചെറിയ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള കുട്ടിയാണ് എങ്കിൽ പോലും നന്നായിട്ട് അവന് ചെയ്യാൻ പറ്റും. അപ്പം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനം. മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. പക്ഷേ നമ്മുടെ എംപ്ലോയേഴ്സിനോട് പ്രശ്നം ഉണ്ടാവും ഒന്നും പറയണമെന്നില്ല. പക്ഷെ നമ്മൾ ഇടപെട്ട് കൊടുത്താൽ മതി. പരസ്പരം എംപ്ലോയറും ഇവനും തമ്മിൽ പ്രശ്നം ഉണ്ടാവും, ഇവനും അമ്മയും അച്ഛനും തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, അതേപോലെ മറ്റ് സഹപ്രവർത്തകർ തമ്മിലുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സമയത്തിൽ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ എത്രമാത്രം വേഗത്തിൽ ഇൻ്റർവ്യൂൻ ചെയ്യുന്ന അത്രമാത്രം വേഗത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ. അതുകൊണ്ട് ഫോളോ അപ്പ് എന്ന് പറയുന്നത് മറ്റ് ഭിന്നശേഷികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എങ്ങനെയാണ് അത്? നമുക്ക് ഒരു 100 പേർക്ക് ഒരാൾ തന്നെ ഫോളോ അപ്പ് നടത്തിയാൽ മതി, ഫോണിലൂടെ മതി, സംസാരിച്ചാൽ മതി. അതൊന്നും വലിയ കാര്യമേ അല്ല. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിന് പറ്റാവുന്ന രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കടപ്പാടാണ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, സ്വച്ഛത, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരികമായിട്ടുള്ള എല്ലാ അവസരങ്ങളും, ഇതൊക്കെ ഏകപക്ഷീയമായി നമുക്ക് മാത്രം കിട്ടേണ്ടതല്ല. അത് വീതിച്ച് വിഹിതം നിഷേധിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെത് അവിടെ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളൊക്കെ എന്തൊക്കെയോ അപഹരിക്കുന്നു എന്നുള്ളതാണ്. അപഹർത്താവിൻ്റെ കറുത്ത കരങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തി നേടണമെങ്കിൽ ഈ ഒരു ജനവിഭാഗത്തിന് നീതി കൊടുക്കാനുള്ള വലിയ സമരത്തിൽ നമ്മളും പങ്കാളികളാവേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ അനുഭവിക്കുന്ന അവർക്ക് കൂടി കിട്ടേണ്ട തുല്യമായി വീതിക്കേണ്ട വിഭവ വിഹിതത്തിൽ നമ്മളൊക്കെ പഠിക്കാൻ, ജോലി കിട്ടാൻ, മറ്റ് സാമൂഹ്യ സുരക്ഷിതത്വം, ഭക്ഷണത്തിനൊക്കെ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുകയും കിട്ടാത്ത ഒരു വിഭാഗം നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് അപഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നല്ല മലയാളം. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടാണ്, കടം വീട്ടലാണ്. ഞാനതാ വാക്ക് ഉപയോഗിക്കും. ആ കടം വീട്ടാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിന് നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു.